പ്രിയമുള്ള സഹോദരന്മാരെ, സംശയ നിവാരണത്തിന് തുറന്ന അവസരം ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ മൈക്ക് പോയിന്റിൽ വിശാലമായ സൗകര്യമുണ്ട്. സഹോദരങ്ങൾ സദസ്യത്തോടുകൂടി ചോദ്യങ്ങൾ ചോദിക്കാൻ എത്തണമെന്നറിയിക്കുന്നു. നമ്മൾ സമയം വിലപ്പെട്ടതാണ്. ഒരുപാട് ആളുകൾ ഇവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. അപ്പോ ഇനി ചോദ്യം ചോദിക്കാൻ വേണ്ടി നമ്മൾ പ്രസംഗം ചുരുക്കിയതാണ്. മാലയുടെ വരികൾ ഇനിയും ധാരാളം സമയമെടുത്ത് വിശദീകരിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ചോദ്യത്തിന് വേണ്ടി നമ്മൾ പ്രസംഗം ചുരുക്കിയതാണ്. വിശദീകരിക്കാം. വളരെ സൗഹൃദത്തോടെയും വളരെ സന്തോഷത്തോടുകൂടിയുമുള്ള നല്ല ഇറങ്ങിയ ചർച്ചയാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടല്ലോ കീറാമുട്ടിയാണ് ഈ മൊയ്തീമാല. ഒന്നുമല്ല. എല്ലാം പ്രമാണത്തിന്റെ വെളിച്ചത്തിൽ പാല് പോലെ വിശദീകരിക്കപ്പെടാവുന്നതേയുള്ളൂ. 156 ബൈത്തും സമയമുണ്ടെങ്കിൽ നമുക്ക് വിശദീകരിക്കാം. അതുകൊണ്ട് നിങ്ങളാ സംശയങ്ങളൊക്കെ തീരും. നിങ്ങൾ ചോദിച്ചാൽ തന്നെ എല്ലാ സംശയവും തീരും. ഓരോന്നും പ്രമാണം കൊണ്ട് പറയാം. അതുകൊണ്ട് എല്ലാ ആളുകളും മുജാഹിദ്, ജമാഅത്ത്, ഇതിന്റെ വിമർശകരായ ആളുകളുണ്ടെങ്കിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തബ്ലീഗുകാർക്കൊക്കെ വരാം. മൈക്ക് പോയിന്റിലേക്ക് വരാം. ഈ സമയം കളയരുത്. വിലപ്പെട്ട സമയം. ഒരു മിനിറ്റ് പോകുമ്പോൾ എത്ര ആളുകൾ ഒരു മിനിറ്റാ പോണത്. അതുകൊണ്ട് വേഗം വരണം. നിങ്ങൾ സമയം കളഞ്ഞാൽ നിങ്ങളെ സമയം നഷ്ടപ്പെടുന്നത്. ആ ഒരു കച്ചറയൊന്നും കൂട്ടണ്ട. സൗകര്യത്തോടെ സന്മനസ്സോടെ വരുന്നവർ വരട്ടെ. അത് പിടിച്ചു വലിച്ചു കൊണ്ടിരുന്നും വേണ്ട. ഇനി മുജാഹിദുകൾക്കൊക്കെ ചോദിച്ചുകൂടുന്നില്ലേ? നമ്മളെ ആൾക്കാർക്ക് ആർക്കും അവിടുന്ന് ഇവിടുന്ന് കേട്ട് വല്ല സംശയമുണ്ട് അവർക്ക് ചോദിക്കാം. ഇത് മുഹീദ്ദീൻ മാലയത്തെ പറ്റിയുള്ള ഒരു പഠന അവസരമാണ്. അവരുണ്ടെങ്കിൽ അവർക്ക് മുൻഗണന കൊടുക്കണം. കാരണം അവർ നമ്മുടെ അടുത്തേക്ക് സാധാരണ പോലെ ചോദിക്കാൻ വരുന്നവരല്ലല്ലോ. നമ്മളെ സുന്നികൾക്ക് തന്നെ ആകുമ്പോൾ നമ്മളടുത്ത് ഉസ്താദ്മാരോടൊക്കെ പള്ളിയിലൊക്കെ വന്ന് ചോദിക്കാം. മുജാഹിദുകൾക്ക് അങ്ങനെ വന്ന് ചോദിക്കാൻ മടിയുണ്ടാവും. അതുകൊണ്ട് അവർക്ക് മുൻഗണന കൊടുക്കുന്നു എന്നത് ഒഴിച്ചു നിർത്തിയാൽ അവരാരും വരുന്നില്ലെങ്കിൽ മറ്റുള്ളവർക്ക് ചോദിക്കാം. കുഞ്ചു പിടിച്ച് വലിച്ചുകൊണ്ടൊരൊന്നും വേണ്ട. അജാതിയൊന്നും വേണ്ട. നമുക്ക് ആ സ്വഭാവമൊന്നും വേണ്ടല്ലോ. അവിടെ നല്ല മനസ്സോടെ ചോദിച്ച് വന്ന് പഠിക്കണം എന്ന് ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് വരാം. മുഹീദ്ദീൻ മാലയിൽ ഒരു വരി പോലും, അരവരി പോലും തെറ്റില്ല. അരവരി പോലും ശിർക്കോ ബിദഅത്തോ ഇല്ല. മുഹീദ്ദീൻ മാല എല്ലാം സ്ഥാനത്ത് തന്നെയാണ്. ഓരോന്നും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വരിക. ഈ മൈക്ക് പോയിന്റിലേക്ക് വരിക. അവൻ ആരും വരുന്നില്ലേ നമ്മുടെ ആൾക്കാർക്കും ചോദിക്കാം. ചോദ്യം എഴുതി തരിക. എന്തെങ്കിലും എഴുതുന്നേ? നമ്മൾ വിലപ്പെട്ട സമയമാണ്. നേരത്തെ അനൗൺസും അതുപോലെ പ്രചരണങ്ങളൊക്കെ നടത്തിയിട്ടുള്ള മുഖാമുഖമാണ്. ഇപ്പൊ ഇവിടെ ഒന്ന് എഴുതി തയ്യാറാക്കുന്നു വേണ്ട. വന്നോളൂ, ധൈര്യത്തിൽ വന്നോളൂ. നമ്മൾ വിലപ്പെട്ട സമയമാണ്. ഒരു മിനിറ്റ് പോകുമ്പോൾ എത്ര സമയമാണ് പോണത്. ഇല്ലെങ്കിൽ നമ്മൾ വിശദീകരണത്തിലേക്ക് കടക്കും. വെറുതെ സമയങ്ങളുണ്ടല്ലോ ഇത്തരം ആളുകളെ ഇരുത്തിയിട്ട്. വിലപ്പെട്ട സമയമാണ്. ഒന്ന് വരണം. അസ്സലാമലൈക്കും. എനിക്കുള്ള സംശയം ഖുർആനും ഹദീസുമല്ല നബിയുടെ കാലത്ത് തന്നെ എല്ലാ വിധി നിയമങ്ങളും ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. പിന്നീട് ഓരോ മഹാന്മാര് വരുമ്പോൾ അവരുടെ മദൂഹുകളും കീർത്തനങ്ങളും മോദി അത് ദീനിൽ സുന്നത്തായ കാര്യമാണോ
അതോ ജായിസ് ആണോ? എന്താണ് അതിന്റെ വിധി? അതുകൊണ്ട് വല്ല ഫലവും ജനങ്ങൾക്ക് കിട്ടുമോ? നിങ്ങളുടെ പേരെന്താ? മീക്കിൽ പറയും. അബ്ദുൽ മജീദ്. എവിടെയാ നാട്? ഏപ്പിക്കാട്. നമ്മളെ ഒരു സുഹൃത്ത് അബ്ദുൽ മജീദ് എന്ന് പറയുന്ന ഏപ്പിക്കാടുള്ള സഹോദരൻ ചോദിച്ച ചോദ്യം, ഖുർആനിലും ഹദീസിലും എല്ലാ വിധിയും ഇറങ്ങിക്കഴിഞ്ഞു, ഇനി ഒറ്റ വിധിയില്ല എന്നിങ്ങൾ പറയുന്നത് അത് ശരിയല്ല. എന്നാ ശരിയാണ്. ഖുർആനിലും ഹദീസിലും ഉള്ള വിധികള്, വരാൻ പോകുന്ന വിധികളെയും ഖുർആൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഉദാഹരണം, ഖിയാസ്. ഖുർആനിൽ ഖിയാസ് ഇല്ലല്ലോ. ഖുർആനും ഹദീസും വെച്ച് ഖിയാസ് നടത്തും. ഖിയാസാക്കിയ, ഖുർആനിനോടും ഹദീസിനോടും ഖിയാസാക്കിയ ധാരാളം മസലകൾ അത് ഖുർആനിലില്ല, അതിനോട് താരതമ്യപ്പെടുത്തുകയാണ്. പക്ഷേ ഖിയാസ് തെളിവാണ്. ഫഅ്തബിറൂ യാ ഉലിൽ അൽബാബ്, നിങ്ങൾ ഖിയാസാക്കിക്കോളൂ മുജ്തഹിദുകളെ എന്ന ഖുർആനിന്റെ പ്രഖ്യാപനം കൊണ്ട് ഖിയാസിനെയും വരുത്തിക്കഴിഞ്ഞു. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട പരിശുദ്ധ ഖുർആനിലും ഹദീസിലും പറഞ്ഞതാണ് മഹാന്മാരുടെ മഹത്വങ്ങൾ, മഹാന്മാരുടെ മദ്ഹുകൾ. ആ മദ്ഹുകൾ ഖുർആനിലും ഹദീസിലും പറയൽ മൂലം മഹാന്മാരുടെ മദ്ഹ് പറയാമെന്ന് ഖുർആനും ഹദീസും ഇവിടെ വിധിച്ചു കഴിഞ്ഞു. അതുകൊണ്ടുള്ള നേട്ടം എന്തെന്ന് ചോദിച്ചാൽ, ഖുർആനും ഹദീസും പഠിപ്പിച്ചത് തന്നെ മഹാന്മാരായ അമ്പിയാക്കളുടെ അതുപോലെ ഔലിയാക്കളുടെ മദ്ഹുകൾ. അതാണ് ഖുർആനിന്റെ ഒരുപാട് ഭാഗങ്ങൾ. എന്തിനാണ് പറഞ്ഞത്? ഔലിയാക്കളുടെ ചരിത്രങ്ങൾ. മറിയം ബീവിയെ സംബന്ധിച്ച് 2 സൂറയുണ്ട് ഖുർആനിൽ. സൂറത്ത് മറിയം, സൂറത്ത് ആലു ഇമ്രാൻ. ആലു ഇമ്രാൻ എന്നത് മറിയം ബീവിയാണ് ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് മുഫസ്സിറുകൾ വിശദീകരിച്ചത് കാണാം. അപ്പൊ മറിയം ബീവിന്റെ പേരിൽ 2 സൂറ. ഖുർആൻ ഗദ്യമല്ല പദ്യമല്ല, ഗദ്യവുമല്ല പദ്യവുമല്ല. ഖുർആനിന്റെ ശൈലിയിൽ മറിയം ബീവിയെ പറ്റി 2 സൂറ. മുഹീദ്ദീൻ മാല എന്ന് പറയും പോലെ മറിയം മാലയല്ല, സൂറ മറിയം. സൂറത്ത് ആലു ഇമ്രാൻ, ഇമ്രാൻ കുടുംബത്തെ സംബന്ധിച്ച് പറയുന്ന സൂറ. അങ്ങനെ മഹാന്മാരുടെ മദ്ഹുകൾ പറഞ്ഞിട്ടുണ്ട്. അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും മദ്ഹുകൾ പറഞ്ഞിട്ടുണ്ട്. ഹദീസുകളിലും ധാരാളം കാണാം. എന്തിനാണ് പറഞ്ഞത്? ആ ഖുർആനും ഹദീസും പറഞ്ഞ അതേ കാരണത്തിനെയാണ് ഖുർആനും ഹദീസും വാഴ്ത്തി പറഞ്ഞതുപോലുള്ള മഹാന്മാരെ പിന്നീട് നമ്മൾ വാഴ്ത്തുന്നതും. അതിലൊരുപാട് നേട്ടങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു നേട്ടം ലിനുസബ്ബിത ബിഹി ഫുആദക. ഖുർആനിൽ തന്നെ കാണാം. മഹാന്മാരുടെ ചരിത്രം പറയുമ്പോൾ മുഅ്മിനീങ്ങൾക്ക് ആവേശമുണ്ടാകും, മുഅ്മിനീങ്ങൾക്ക് ഈമാൻ വർദ്ധിക്കും, ഈമാനിക കാര്യങ്ങൾ അവർക്ക് വീണ്ടും ഈമാൻ ജാജ്വലിച്ചു നിൽക്കും. അത് മഹാന്മാരുടെ ചരിത്രം പറയുമ്പോൾ കിട്ടുന്ന നേട്ടമാണ്. മാത്രമല്ല മഹാന്മാരുടെ മദ്ഹ് പറയൽ ഇബാദത്താണ്, അത് ദോഷം പൊറുപ്പിക്കുന്നതാണെന്നും ഇമാം ദൈലമി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. അപ്പൊ അത്തരം കാര്യങ്ങൾ കൊണ്ട് ഖുർആനും ഹദീസും നേരത്തെ ഇറങ്ങി പൂർത്തിയാക്കിയതിന്റെ അതിന്റെ ഉള്ളിൽ പെട്ടതാണ് മഹാന്മാരുടെ മദ്ഹ് പറയലും. ആ മദ്ഹ് പറയൽ മഹാന്മാർ മുഴുവൻ ഖുർആനും സുന്നത്തും ഇവിടെ മനസ്സിലാക്കി വിശദീകരിച്ചു തന്ന പൂർവ്വസൂരികളായ ഇമാമുകൾ മുഴുവനും അത് ചെയ്തിട്ടുണ്ട്. ഇമാം ഷാഫി, ഇമാം അബൂ ഹനീഫയെ വാഴ്ത്തുന്നു. മഹാന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും വാഴ്ത്തലുകളും വാഴ്ത്തുന്ന ഗ്രന്ഥങ്ങളും രചിക്കുന്നു. ഷെയ്ഖ് ജീലാനിയെ സംബന്ധിച്ച് 700-ൽ പരം ഗ്രന്ഥങ്ങൾ പൂർവ്വസൂരികൾ രചിച്ചു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആ ഒരു ഇസ്ലാമിക ശൈലി, നൂറ്റാണ്ടുകൾ നിന്ന് വന്ന രൂപം, അതാണ് ഇസ്ലാം. അത് മാറിയിട്ട് എന്തിനാ മഹാന്മാരെ മദ്ഹ് പറയല്, ഞാൻ അവരെക്കാളും വലിയല്ലേ എന്ന ധിക്കാര ശൈലി, അത് ഇസ്ലാം ഖൽബിൽ കടക്കാത്ത സ്വഭാവമാണ്. അതിന്റെ ആളുകൾ ആണ് വഹാബികൾ, ബിദ്അത്തുകാർ. അവരുടെ ഖൽബിൽ ഈമാനിന്റെ കുറവ് കൊണ്ട് സംഭവിക്കുന്നതാണ്. അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഉസ്താദ് ഇവിടെ പറയുകയുണ്ടായി, മുഹീദ്ദീൻ മാലയെ കുറിച്ച് ചോദിച്ചപ്പോ ഖുർആൻ ഗദ്യവുമല്ല പദ്യവുമല്ല. അപ്പോ ചില മൗലൂദുകളിൽ ഖുർആനിന്റെ ആയത്തെടുത്തുകൊണ്ട് ബൈത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. അത് എന്താണ്? ഫാത്തിമ മൗലൂദിൽ തന്നെ ലന്തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ എന്ന ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് ഒരായത്ത് ബൈത്താക്കി കൊടുത്തിട്ടുണ്ട്. അതെന്താണ്? ഇപ്പൊ വേറൊരു ചോദ്യം അദ്ദേഹം ചോദിക്കുന്ന നിങ്ങളെല്ലാരും പഠിക്കാൻ വേണ്ടിയിട്ടാണ്. വളരെ മൂപ്പർക്ക് സംശയം ഉണ്ടായിട്ട് ചോദിക്കുന്നൊന്നുമല്ല അല്ലെ. അതായത് ഖുർആനിന്റെ ആയത്തിന്റെ കഷ്ണങ്ങൾ, ഖുർആനിന്റെ വാക്യങ്ങൾ, അതുപോലെ വേറെ ഹദീസിന്റെ വാക്കുകൾ
അതുപോലെ വേറെ ആളുകളുടെ ഉദ്ധരണികളൊക്കെ എടുത്തുകൊണ്ട് നല്ല പദപ്രയോഗം നടത്തൽ, കവിത രചന, അത് അറബ് സാഹിത്യത്തിന്റെ സമുച്ചയുടെ ഒരു സ്വഭാവമാണ്. അറബ് സാഹിത്യത്തിന്റെ ഒരു ഇഖ്തിബാസ് എന്നാണ് അതിന് പറയുക അറബ് സാഹിത്യത്തിൽ. അപ്പൊ അറബ് സാഹിത്യത്തിന്റെ ഒരു ഉന്നത ശൈലിയാണ്. ഇന്നും ഭാഷാ സാഹിത്യത്തിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ മിസ്റിലൊക്കെ വളരെ സജീവമായിട്ടുണ്ട്. ഏറ്റവും ഭാഷാ സാഹിത്യം, പ്രത്യേകിച്ച് അറബ് ഭാഷാ സാഹിത്യം. അറബ് ഭാഷയുടെ സാഹിത്യത്തിന്റെ ഏറ്റവും ഉച്ചി എന്നത് ഓരോന്ന് ഖുർആനിൽ എത്തിച്ചേരുമ്പോഴാണ്. അവരിങ്ങനെ പറഞ്ഞ് സാഹിത്യം ഖുർആനിലാ പോയി തീർക്കുക. അത് സാഹിത്യത്തിന്റെ, അറബ് സാഹിത്യത്തിന്റെ ഒരു ഉന്നതമായ സ്വഭാവമാണ്. ഇഖ്തിബാസ് എന്ന് പറയാം. ഇന്ന് ആ പ്രയോഗം കടമെടുക്കൽ മനോഹരമാണത്. അറബ് സാഹിത്യത്തിന്റെ ഉന്നതിയാണ്. അതാണ് നിങ്ങൾ കണ്ട ബെയ്ത്തുകളിലുള്ളത്. അത് നല്ലൊരു ശൈലിയാണ്. അറബ് സാഹിത്യത്തിൽ ഒരു പുകഴ്ത്തപ്പെടുന്ന ഒരു സ്വഭാവമാണ്. അതിന് യാതൊരു പ്രശ്നവുമില്ല സറയിൽ. അതിനോടനുബന്ധിച്ച് തന്നെ ഇപ്പോ ചില ഗ്യാസറ്റ് കടയിൽ ചെന്നാൽ കാണാം ഈ മുഹിയദ്ദീൻ മാലയിലുള്ള ചില മാലകളെ കുറിച്ച് കാണ്ട്, അല്ലെങ്കിൽ ചില ചരിത്രങ്ങൾ, ഹദീസുകൾ ഉദ്ധരിച്ചു കാണ്ട് അതിലൊക്കെ ഓരോ CD ഇറക്കികള് അഭിനയിച്ചു കാണ്ട്. ഇപ്പൊ ഉദാഹരണമായി ബദർ യുദ്ധത്തിനെ കുറിച്ച്, അതേമാതിരി മൂസാ നബിന്റെ, നോഹ നബിയുടെ, ഇങ്ങനെ ഓരോ നബിമാരുടെ ചരിത്രങ്ങളെ കുറിച്ച് അഭിനയിച്ച് ഉണ്ടാക്കിയത് കാണാം. ഈ ഇസ്ലാമിക ദൃഷ്ടിയിൽ ഇതിന്റെ നിയമം എന്താണ്? ബഹുമാനികളെ, വളരെ ചുരുക്കി അതിന് മറുപടി പറയാം. വിഷയവുമായി ബന്ധപ്പെടാത്ത ചോദ്യങ്ങളാണത്. മുഹിയുദ്ദീൻ മാല തുറന്ന സംവാദം എന്ന നമ്മുടെ വിഷയത്തോട് സ്പർശിക്കാത്ത ചോദ്യമായതുകൊണ്ട് മറുപടി വളരെ ചുരുക്കം. ഈ ബദർ യുദ്ധം, ഉഹദ് യുദ്ധം, ഇങ്ങനെയുള്ള ഇസ്ലാമിക ചരിത്രങ്ങളെ അവയെ അഭിനയിച്ചുകൊണ്ട് അവതരിപ്പിക്കുക എന്ന ഒരു തരം ശൈലി, അത് CD-കളായും കാസറ്റുകളായിട്ടും നമ്മുടെ ചില കാസറ്റ് കടകളിലൊക്കെ ലഭിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നതിന്റെ വിധി എന്ത് എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യത്തിന്റെ ചുരുക്കം. അവിടെ നൽകാനുള്ള മറുപടി, ഇസ്ലാമികമായ ഒരു ചരിത്രത്തെ നാം വിശദീകരിച്ചു കൊടുക്കുമ്പോൾ ആ വിശദീകരണം ഒരു ശ്രോതാവിന് അനുഭവപ്പെടുന്നത് പോലെ അവതരിപ്പിച്ചു കൊടുക്കുക എന്ന പരിധിയിൽ വരുന്ന പറയേണ്ടതല്ലെങ്കിലും, പക്ഷേ അതിൽ ഇസ്ലാം വിരോധിച്ച രൂപത്തിലുള്ള, ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ആണ് പെണ്ണിന്റെ വേഷം ധരിക്കുക, പെണ്ണ് ആണായി ചമയുക, അതുപോലെ തന്നെ അങ്ങനെയുള്ള ഇസ്ലാം വിലക്കിയ പ്രച്ഛന്ന വേഷങ്ങൾ, ഇസ്ലാം വിരോധിച്ച രൂപത്തിലുള്ള ശൈലികൾ അതിൽ ഉണ്ടാവുകയാണെങ്കിൽ അത്തരത്തിലുള്ള അഭിനയ പ്രകടനങ്ങൾ തെറ്റാണ്, അത് വിരോധിക്കപ്പെടേണ്ടതാണ്. അതൊന്നും വരാത്ത വിധത്തിൽ ഒരു ചരിത്ര സംഭവത്തെ, ഉദാഹരണം പറയുകയാണെങ്കിൽ അംസാർ റളിയല്ലാഹു വാളുകൊണ്ടൊരു വെട്ടി എന്ന് പറഞ്ഞപ്പോ കൈകൊണ്ട് ഇങ്ങനെ വെട്ടി, അപ്പൊ അതിന്റെ ഒരു ചൂളങ്ങട് വിളിച്ചു. അതൊക്കെ ഞാനീ ചെയ്യുന്നത് പോലെ തന്നെയാണ് എന്ന വിധത്തിലല്ലെങ്കിലും അതിന്റെ ഒരു പ്രതീകാത്മകമായ ഒരു വിശദീകരണം എന്ന നിലക്ക് ചെയ്യുന്നതിന് കുഴപ്പമില്ല. പക്ഷേ അതിനപ്പുറമുള്ള പ്രച്ഛന്ന വേഷങ്ങളോ ഇസ്ലാം വിലക്കിയതായ വേഷധാരണങ്ങളോ മറ്റോ, അല്ലെങ്കിൽ ചരിത്രത്തെ വളച്ചൊടിക്കുന്ന ശൈലിയോ ഒക്കെ അതിൽ വരികയാണെങ്കിൽ അത് പരിശോധിച്ച് പറയേണ്ട വിഷയമാണ്. നിങ്ങൾ ഈ പറഞ്ഞ CD-കളും കാസറ്റുകളും ഒക്കെ പരിശോധിക്കുന്ന വിഷയമാണ്. അത് പരിശോധിച്ചതിന് ശേഷം മാത്രമേ ആ CD-യെ പറ്റിയുള്ള വ്യക്തമായ ചിത്രം, മറുപടി നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. ഒരു ഏകദേശ മറുപടി മാത്രം ഇപ്പോൾ പറഞ്ഞിട്ട് അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇപ്പോ വിഷയാത്മകമായിട്ടുള്ള ചോദ്യങ്ങളാണ്. അതിനൊരു സഹോദരൻ വന്നിട്ടുണ്ട്. അദ്ദേഹം താൻ പ്രതിനിധീകരിക്കുന്ന ആശയം ഏത് എന്നും അത് ഏത് വിഭാഗമാണെന്നും തന്റെ പേരും തന്റെ സ്ഥലം ഒക്കെ ഒന്ന് പരിചയപ്പെടുത്തുന്നത് നന്നായിരിക്കും എന്നൊരു നിർദ്ദേശം മാത്രം വെച്ചുകൊണ്ട് ഞാൻ വാക്ക് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ആദ്യം മൗലവി വഹാബികളെ കുറിച്ച് ഇവിടെ പറയണ്ടായി. അത് വഹാബികള്
വായി തോന്നിയത് പറയുന്ന ടൈപ്പാണ് അവര് വിദ്വത്വം ചെയ്യുന്നത്. ഞാൻ പറയുന്നത് വഹാബികള്, അതായത് വഹാബി എന്ന് പറയുന്നത് നമ്മള് സലഫീസാണ് പിന്തുടരുന്നത്. സലഫി അഹ്ലു സുന്ന വൽ ജമാഅ. ഞങ്ങള് ഒരു കാര്യം പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിശ്വസിക്കുന്നത്. വ്യക്തമായ പ്രമാണങ്ങളുടെ പിന്തുണയോടുകൂടി വ്യക്തമായ തെളിവുകൾ സഹിതം സ്വഹീഹായ സനദുകളുടെ പിൻബലത്തിലുള്ള ഹദീസുകളും പിന്നെ ഖുർആനുമാണ് ഞങ്ങൾ പിൻപറ്റുന്നത്. അതുപോലെ ഒരു സമസ്തന്റെ പ്രസംഗത്തിലും ഒരു ഹദീസ് നമ്പർ, ഇന്ന കിതാബ് ഇത്രാമത്തെ പേജ്, ഇന്ന ഹദീസ്, ഇന്ന ആൾ ഉദ്ധരിച്ചത് എന്ന സനദോടുകൂടി ഒരു പ്രസംഗത്തിലും ഒരു ചോദ്യോത്തരത്തിനും സമസ്ത ഉത്തരം പറഞ്ഞ് എനിക്ക് അനുഭവം ഉണ്ടായിട്ടില്ല. ഞാൻ ഇതിനു മുമ്പും 1-2 സ്ഥലത്ത് ചോദ്യം ചോദിക്കുകയുണ്ടായി. അപ്പോ ചോദ്യം ചോദിച്ച സമയത്ത് എനിക്ക് കിട്ടിയ അനുഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാനൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ പറയും. ഒരു ചോദ്യം ചോദിച്ചതിന് പറഞ്ഞത് മുജാഹിദുകള് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നുണ്ടല്ലോ, നബിന്റെ കാലത്ത് കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടില്ലല്ലോ, അപ്പൊ അത് വിദഗ്ധാണെന്നാണ്. അപ്പൊ അങ്ങനത്തെ മറുപടി ഇവിടെ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇവിടെ എന്നെ നിർബന്ധിച്ചതുകൊണ്ട് ഞാനിത് എഴുതി കൊടുക്കാനാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോ എന്നെ നിർബന്ധിച്ച കാരണം ഞാനിതിന് ശരിയായ സ്ട്രെയിറ്റ് റൂട്ടിലെ ആൻസറാണ് പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ വിശദീകരണം കഥകള് കേൾക്കണ്ട. അതായത് ഇത്രാമത്തെ ഹദീസ് അല്ലെങ്കിൽ ഇന്ന ഷെയ്ഖ് പറഞ്ഞു എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജിലാനി അദ്ദേഹം പറഞ്ഞു എന്നെ വിളിച്ച് ആരാധിക്കാൻ, അങ്ങനെയെല്ലാം പറഞ്ഞില്ല. ഫുതൂഹുൽ ഹൈബിലോ അല്ലെങ്കിൽ ഫുതൂഹുൽ ഹൈബിലോ ഏതെങ്കിലും ഗ്രന്ഥത്തിൽ കാണുന്നുണ്ടെങ്കിൽ ആ പേജ് നമ്പറും വോള്യം നമ്പറും എല്ലാം തന്നു കഴിഞ്ഞാൽ എനിക്ക് ചെക്ക് ചെയ്യാൻ കഴിയും. എന്റെ സംശയം എനിക്ക് ക്ലിയർ ചെയ്യാൻ കഴിയും. ഞാൻ എന്റെ ഫസ്റ്റ് ചോദ്യം, അതായത് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജിലാനിയെ വിളിച്ച് നിങ്ങൾ ഷിഫാത്ത് ചോദിക്കാറില്ലേ? ഇത് അള്ളാഹുവിന്റെ സിഫത്ത് റാത്തിലുള്ള ഷിർക്കാണ് ചെയ്യുന്നത്. ഇതിനുള്ള വിശദീകരണം ഉണ്ടോ? ഒരു സുഹൃത്ത് ഏറെ തെറ്റിദ്ധാരണയിൽപ്പെട്ട ഒരുപാട് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതായത് ഞങ്ങള് മുജാഹിദുകള് അല്ലെങ്കിൽ ഞങ്ങള് സലഫികള്, ഈ സലഫികള് എന്ന് ഞങ്ങളെപ്പറ്റി വഹാബികൾ എന്ന് നിങ്ങൾ പറയുന്നത് അത് ഞങ്ങൾ പറഞ്ഞതല്ല. സലഫികൾ ഇവിടെ വന്നപ്പോൾ ഉണ്ടായിരുന്ന ആ കാലഘട്ടത്തെ അഗ്രേസരായ ആലിമീങ്ങൾ അവർക്കിട്ട പേരാണ്. വലിയ വലിയ ലോകം കണ്ട മഹാരഥന്മാരായ ആളുകൾ. അവർ ഞാൻ പറഞ്ഞങ്ങൾക്ക് നിങ്ങളിത് പറഞ്ഞ മുഴുവനും കേട്ടില്ലേ? മൈക്കാൻ കൊടുക്ക്, മോനെ മൈക്ക് വാങ്ങ്. എന്തിനാ വെച്ചാൽ അവിടെ ഇരുന്നിന് പിന്നെ അദ്ദേഹം പറയാണ്, മുജാഹിദുകള് എല്ലാം സഹീഹായ പ്രമാണത്തിന്റെ വെളിച്ചത്തിലേ പറയുള്ളൂ, സുന്നികൾ പ്രമാണത്തിന്റെ വെളിച്ചത്തിൽ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. ഇതൊക്കെ മൂപ്പർ ഒരുപാട് തെറ്റിദ്ധാരണകളിൽ നിന്ന്, ധാരാളം തെറ്റിദ്ധാരണകളിൽ നിന്നാണ് നിങ്ങളുടെ ഈ സംസാരം. അല്ലെങ്കിൽ നിങ്ങൾ ശരിക്കും സുന്നികളെ സംസാരങ്ങളും വേണ്ടതുപോലെ നിങ്ങൾ ഉൾക്കൊണ്ടിട്ടില്ല. നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ എന്റെ വന്യ സുഹൃത്ത് അതിന് ഇരയാണോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് ഇസ്ലാമിലെ പ്രമാണങ്ങൾ എത്രയുണ്ട് എന്നറിയോ? ഇസ്ലാമിൽ എത്ര പ്രമാണമുണ്ട്? മുജാഹിദുകൾ അത് എത്ര ഉൾക്കൊള്ളുന്നുണ്ട്? നിങ്ങൾ പറയുന്ന സലഫി എന്ന് നിങ്ങൾ തന്നെ പറയുന്ന, ഞങ്ങൾ വഹാബിയല്ല സലഫി എന്ന് പറയുന്ന ആ പ്രസ്ഥാനം, അവരെത്ര പ്രമാണം ഉൾക്കൊള്ളുന്നുണ്ട്? ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ എത്രയുണ്ട്? സലഫികൾ എത്ര പ്രമാണം ഉൾക്കൊള്ളുന്നുണ്ട്, അംഗീകരിക്കുന്നുണ്ട് എന്ന് പോലും നിങ്ങൾക്കറിയില്ല. നിങ്ങൾ അവിടേക്ക് ഒരുപാട് തെറ്റിദ്ധരിച്ചത് കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഒരു പറയുന്ന അവസ്ഥ വന്നിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഖുർആനിന്റെ ഇസ്ലാമിന്റെ പ്രമാണം, ഇസ്ലാമിന്റെ പ്രമാണം വാദപ്രതിവാദത്തിൽ എഴുതാൻ വരുമ്പോ അവിടെ 4 പ്രമാണം എഴുതും. മദ്രസ ബുക്ക് പറയുമ്പോ, പുസ്തകത്തിൽ കുട്ടികളെ പഠിപ്പിക്കുമ്പോ അവിടെ 4 പ്രമാണം എഴുതും എന്നത് ഒഴിച്ചു നിർത്തിയാൽ ഖുർആന്റെ ഹദീസിന്റെയും വെളിച്ചത്തിൽ, ഖുർആന്റെ സയ്യ ഹദീസിന്റെയും വെളിച്ചത്തിൽ, ഖുർആന്റെ സയ്യ ഹദീസിന്റെയും വെളിച്ചത്തിൽ ഇത് മാത്രമേ പറയുള്ളൂ. അവർ മറ്റേ 2 പ്രമാണം വിടുകയാണ് മുജാഹിദുകൾ. അപ്പൊ യഥാർത്ഥത്തിൽ മുഴുവൻ പ്രമാണം ഉൾക്കൊള്ളുന്നവരുമില്ല മുജാഹിദ്. എന്റെ സുഹൃത്ത് മനസ്സിലായിക്കോളൂ. ഖുർആനും ഹദീസും മാത്രമല്ല പ്രമാണം, ഇജ്മാഉം ഖിയാസും പ്രമാണമാണ്. ഒന്ന്. രണ്ടാമത്തത് നിങ്ങളിപ്പോൾ ഇവിടെ പറഞ്ഞു സഹീഹായ ഹദീസ്. സഹീഹല്ലാത്ത ലഈഫായ ഹദീസുകളും ഹുജ്ജത്തിന് പിടിക്കപ്പെടുന്ന ദീനിൽ തെളിവായി വരുന്ന പരശതം അവസ്ഥകൾ ഇമാമുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. മുജാഹിദുകൾ അവിടെയൊന്നുമില്ല. പോട്ടെ, ഹസനായ ഹദീസ്, ഹദീസ് തന്നെ സഹീഹിന്റെ താഴെയുള്ള ഹസൻ എന്ന് പറയുന്ന ഒരു ഹദീസുണ്ട്. ആ ഹദീസ് ഇസ്ലാമിൽ പ്രമാണമാണ്, തെളിവാണ് എന്ന്
മുജാഹിദുകളുടെ പുസ്തകത്തിൽ ഹദീസ് പ്രാമാണികത എന്ന പുസ്തകത്തിൽ അവരെഴുതിയത് എന്റെ കയ്യിൽ ഇവിടെയുണ്ട്, ഉടലോടെയുണ്ട് ആ പുസ്തകം. എന്നിട്ട് പോലും ഈ ഹദീസ് സഹീഹാണോ സഹീഹല്ലെന്ന് തള്ളൂ എന്ന് മുജാഹിദുകൾ പറയാറുണ്ട്. അവരെഴുതിയത് തന്നെ അവർക്ക് എന്താണെന്നറിയില്ല. അപ്പൊ ഇസ്ലാമിന്റെ പ്രമാണം എന്താണെന്ന് പൂർണ്ണമായി അംഗീകരിക്കുകയോ ഉൾക്കൊള്ളാൻ ചെയ്യാത്ത കേരളത്തിലെ ഒരു വർഗമാണ് വഹാബി പ്രസ്ഥാനമെന്ന് ആമുഖമായി സുഹൃത്ത് മനസ്സിലാക്കുക. രണ്ടാമത് സുഹൃത്ത് ചോദ്യം 2 നിലയ്ക്ക് ചോദിച്ചു. എന്നെ പ്രാർത്ഥിക്കണമെന്ന് മൊയ്തീൻ ശേഖ് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ആദ്യം ചോദിച്ചതാ ഇല്ലേ? പറഞ്ഞിട്ടില്ലേ? മൊയ്തീൻ ശേഖിന് പ്രാർത്ഥിക്കണം എന്ന് മൊയ്തീൻ ശേഖ് തങ്ങൾ പറഞ്ഞു എന്ന് ഞങ്ങൾ ആരും ഇതുവരെയും എവിടെയും പറയാറില്ല. മൊയ്തീൻ ശേഖ് പറയാ എന്നെ ആരാധിച്ചോളൂ എന്ന് മൊയ്തീൻ ശേഖ് പറയുകയോ? നിങ്ങൾ ഉപയോഗിച്ചത് പ്രാർത്ഥന എന്നും കൂടിയില്ല, ആരാധന എന്നാണ്. എന്നെ ആരാധിച്ചോളൂ എന്ന് മൊയ്തീൻ ശേഖ് പറയും. അള്ളാഹുവിന്റെ ദീനിനെ ഹയാത്താക്കുക മുഖേന അള്ളാഹുവിലേക്ക് ജനങ്ങളെ അടുപ്പിക്കുന്ന, അള്ളാഹുവിനെ ആരാധിക്കാൻ പഠിപ്പിക്കുന്ന മൊഹീദ്ദീൻ ശേഖ് എന്നെ ആരാധിച്ചോളൂ എന്ന് പറയാനോ? മഅദല്ലാഹി റബ്ബുൽ ആലമീൻ. എന്നെ പ്രാർത്ഥിച്ചോളൂ എന്നും മൊഹീദ്ദീൻ ശേഖ് പറഞ്ഞിട്ടില്ല. മറിച്ച് മൊഹീദ്ദീൻ ശേഖ് പറഞ്ഞത് നിങ്ങൾ ഒന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞ് ഒരു ചോദ്യം ചോദിച്ചതിന് ശേഷം പിന്നെ നമ്പർ ഇട്ട് പറഞ്ഞ ചോദ്യം, എന്റെ ശഫായത്ത് ഞാൻ നിങ്ങൾക്ക് തരാം, എന്റെ ശഫായത്ത് തേടിക്കോളൂ എന്ന് മൊഹീദ്ദീൻ ശേഖ് പറഞ്ഞതിന് വല്ല രേഖയുണ്ടോ എന്നാണ് നിങ്ങൾ ചോദിച്ചതല്ലേ? എന്റെ ശഫായത്ത് നിങ്ങൾ തേടിക്കോളൂ, അല്ലെങ്കിൽ എന്നെ വിളിച്ച് സഹായം തേടിക്കോളൂ എന്ന് മൊഹീദ്ദീൻ ശേഖ് പറഞ്ഞതിന് വല്ല രേഖയുണ്ടോ, ശേഖിന്റെ കിതാബുണ്ടോ എന്നാണ് ചോദ്യം. ഉണ്ട്. മൊഹീദ്ദീൻ ശേഖ് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, യാതാലോരുത്തേരും അല്ലാട് തേടോവി എന്നെ കൊണ്ടല്ലാട് തേടോവീനെന്നോവർ വല്ല നീലത്തുന്നും എന്നെ വിളിപ്പോർക്ക് വായ്കൂടും ഉത്തേരം നൽകും ഞാനെന്നോവർ. ഇത് രണ്ടും മൊഹീദ്ദീൻ ശേഖ് പറഞ്ഞതാണെന്ന് ഖാദി മുഹമ്മദ് പറയുന്നു. അതാണ് ഒന്നാമത്തെ തെളിവ്. ഹിജറ 400 വർഷങ്ങൾക്ക് മുമ്പ് വഫാത്തായി പോയ ഹിജറ 1000ങ്ങളിൽ ജീവിച്ച മഹാനായ ഖാദി മുഹമ്മദ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന വലിയ പണ്ഡിതൻ പറഞ്ഞതാണ് തെളിവ്. അവർ പറയുന്നു ബഹ്ജയിലും ഫുതൂഹുൽ ഗൈബിലും അവർ ചെന്ന ബൈത്തിലും അതുപോലെ തക്മിലയിലും ഇല്ലാത്തത് ഞാനിത് പറഞ്ഞിട്ടില്ല എന്ന് ഖാദി മുഹമ്മദ് എന്ന പണ്ഡിതൻ പറഞ്ഞതാണ് ഒന്നാമത്തെ തെളിവ്. ഇനി ഖാദി മുഹമ്മദ് പറഞ്ഞത് ബഹ്ജയിലുണ്ടോ? ഉണ്ട്. ബഹ്ജയുടെ ഖാദി മുഹമ്മദ് തങ്ങളുടെ വചനങ്ങൾ, ഖാദി മുഹമ്മദ് തങ്ങളുടെ ചരിത്രങ്ങൾ, മഹാനായ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ വചനങ്ങൾ, ചരിത്രങ്ങൾ, ക്ലാസുകൾ, ദർസുകൾ അത് വളരെ കൃത്യമായി ക്രോഡീകരിച്ച തന്റെ ശിഷ്യൻ മഹാനായ നൂറുദ്ദീൻ ശതുനൂഫി തങ്ങൾ രചിച്ച ഈ ബഹ്ജയുടെ 217ാമത്തെ പേജിൽ മഹാനായ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു പറയുന്ന വാചകം എന്റെ സുഹൃത്ത് ശരിക്കും കേട്ടോളൂ. 217 എന്താ പറയുന്നത്? من استغاث بي في قربة كشفت عنه ومن ناداني باسمي في شدة فرجت عنه ومن توسل بي إلى الله عز وجل في حاجة قضيت له. എന്നെ വല്ലയിടത്തുനിന്നും കുടുങ്ങിയെടുത്തുനിന്ന് വിളിച്ചാൽ ഞാൻ അവരെ സഹായിക്കുന്നതാണ്. നിങ്ങൾ എന്റെ പേര് വിളിച്ചാൽ, ബുദ്ധിമുട്ടുന്നിടത്ത് വിളിച്ചാൽ ഞാൻ അവന്റെ ബുദ്ധിമുട്ട് തീർക്കി കൊടുക്കുന്നതാണ്. എന്നെ കൊണ്ട് അള്ളാഹുവിലെ കാര്യങ്ങൾ തവസ്സുൽ ചെയ്താൽ ഞാൻ എന്റെ ആവശ്യം തീർത്തു കൊടുക്കുന്നതാണെന്ന് മഹാനായ ശൈഖ് ജീലാനി പറയുന്നു. ഇത് ശൈഖ് ജീലാനി പറഞ്ഞു എന്ന് വളരെ എവിടെയാണ് പറഞ്ഞത്, ഏത് സമയത്താണ് പറഞ്ഞതെന്ന് ദിവസവും സമയവും എല്ലാം വളരെ കൃത്യമായി ഉദ്ധരിച്ചുകൊണ്ട് സനദോടുകൂടി മഹാനായ ശതുനൂഫി ഉദ്ധരിക്കുകയാണ്. ഇതില്ലെന്ന് പറയാൻ, ഇത് ശൈഖ് ജീലാനി പറഞ്ഞിട്ടില്ലെന്ന് പറയാൻ ഒരു കുട്ടിക്കും സാധ്യമല്ലാത്ത വിധം വളരെ വ്യക്തമാണിത്. ഇനി ഇവിടെ മറ്റൊരു ചോദ്യം, അങ്ങനെ ശൈഖ് ജീലാനി പറയാൻ പറ്റുമോ? പറയാൻ പറ്റും. ഹദീസുകളുടെ വെളിച്ചത്തിൽ പറയാൻ പറ്റും. നിങ്ങൾക്കറിയുമല്ലോ, മുജാഹിദുകൾക്ക് നെഞ്ചത്ത് കൈകെട്ടാൻ പഠിപ്പിച്ച ഇമാം ഷൗക്കാനി എന്ന് പറയുന്ന ഷൗക്കാനിയെ നിങ്ങൾക്കറിയില്ലേ? അത് ഇമാം ഷൗക്കാനിയാവട്ടെ, മഅ്മൂം ഷൗക്കാനിയാവട്ടെ, അദ്ദേഹത്തിന്റെ തുഹ്ഫത്തുൽ സാക്കിരീനിൽ അദ്ദേഹം പറയുകയാണ്, മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞ ഹദീസ്, അത് സഹീഹായ ഹദീസ്, മജ്മുഉസ് സവായിദ് സഹീഹാണെന്ന് ഉദ്ധരിച്ച ഹദീസ്, അത് ഉദ്ധരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ ഹദീസ് ഉദ്ധരിക്കുന്നത് സുന്നി പണ്ഡിതരല്ല, കേട്ടോളൂ, വഹാബി പണ്ഡിതൻ ഷൗക്കാനി പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾ ഒരു വലിയ കുടുക്കിലും പെട്ടാൽ, നിങ്ങൾ വല്ല പ്രയാസത്തിലും പെട്ടാൽ
കഴിഞ്ഞാൽ നിങ്ങൾ വിളിച്ചു പറയണം, യാ ഇബാദല്ലാഹി നൂനി, അള്ളാഹുവിന്റെ മഹാന്മാരെ എന്നെ സഹായിക്കണേ, മുഹീദ്ദീൻ ശൈഖ് തങ്ങളെ എന്നെ സഹായിക്കണേ, ബദരീങ്ങളെ എന്നെ സഹായിക്കണേ, റിജാലുൽ ഗൈബെ എന്നെ സഹായിക്കണേ, സാലിഹികളായ ജിന്നുകളെ എന്നെ സഹായിക്കണേ, മലക്കുകളെ എന്നെ സഹായിക്കണേ എന്ന് കുടുങ്ങിയ വേളയിൽ അയാൾ വിളിച്ചു പറയണമെന്ന് മുഹമ്മദ് മുസ്തഫ തങ്ങൾ പഠിപ്പിച്ച ഹദീസ് സഹീഹാണെന്ന് മഹാനായ ഹൈസമിയുടെ ഉദ്ധരണി പ്രകാരം ഷൗക്കാനി തന്റെ തുഹ്ഫത്തുൽ സാക്കിരീനിൽ ഉദ്ധരിച്ചിട്ട് പറയുന്നു, ഈ ഹദീസ് നിഷ്പദിക്കാം. എന്ത്? ജവാദുൽ ഇസ്തിആനത്തി ബിമൻ ലാ യറാഹുൽ ഇൻസാൻ, നമ്മൾ കാണാത്ത അദൃശ്യമാർഗത്തിലൂടെ നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ പെടാത്ത ആളുകളോട് നമുക്ക് സഹായം തേടാം. അതാരൊക്കെയാണ് എന്നിട്ട് അദ്ദേഹം ആ ആളുകളെ വിശദീകരിക്കുകയാണ്. അപ്പൊ അങ്ങനെ മഹാന്മാരോട് സഹായം തേടാം, മഹാന്മാർക്ക് അങ്ങനെ സഹായിക്കാൻ കഴിയുമെന്ന് പ്രവാചകർ പറഞ്ഞ ഹദീസ് അതിന് തെളിവാണ്. ധാരാളം വേറെയും ഹദീസുകളുണ്ട്. എന്റെ ശഫായത്ത് ഞാൻ കൊടുക്കുമെന്ന് പ്രവാചകനും പ്രഖ്യാപിച്ച ശഫായത്തിന്റെ ഹദീസുകൾ വേറെയുമുണ്ട്. ഇത്തരം വെളിച്ചത്തിൽ ഷെയ്ഖ് ജീലാനി പറഞ്ഞത് പ്രമാണങ്ങൾക്കെതിരല്ല. അല്ലെങ്കിലും ഷെയ്ഖ് ജീലാനി പ്രമാണങ്ങൾക്കെതിരെ പറയൂല എന്ന് മുജാഹിദുകൾ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ആ ഷെയ്ഖ് ജീലാനി പറഞ്ഞത് ബഹജത്തുൽ അസ്റാറിന്റെ 217-ാമത്തെ പേജിൽ നിന്ന് ഞാൻ ഉദ്ധരിച്ചു. ഇനി വേറെ സ്ഥലങ്ങളിലും ബഹജയിലുണ്ട്, വേറെ കിതാബുകൾ ഷെയ്ഖ് ജീലാനിന്റെ വേറെ കിതാബുകളിലുണ്ട്. ഇപ്പോൾ ഇത് മാത്രം ഇൻഷാ അല്ലാഹ്. ശഫാഅത്ത് അള്ളാഹുവിൽ നിന്ന് മാത്രമാണെന്ന് ഖുർആൻ വചനം നിലനിൽക്കെ അള്ളാഹുവിന്റെ സിഫത്തിനോട് വേറെ അള്ളാഹുവിന്റെ സൃഷ്ടികളെ പങ്കുചേർക്കുക, അള്ളാഹുവിന്റെ സൃഷ്ടികളെ അതിനോട് ഒപ്പപ്പെടുത്തലാണ്. മീൻസ് എന്താ പറയാ, അള്ളാഹുവിന്റെ സൃഷ്ടികളെ അള്ളാഹുവിന്റെ സൃഷ്ടികളുടെ കൂടെ നിർത്തലാണ്. ഇത് അള്ളാഹുവിന് പങ്കുചേർക്കലാണ്. ഇത് വ്യക്തമായ ശിർക്കാണ്. ഇപ്പൊ യാ ഇബാദല്ലാഹി എന്നുള്ള ഹദീസ് വഈഫാണെന്ന് ഞാൻ പഠിച്ച് ആ ഹദീസിനെ കുറിച്ച് ഒരുപാട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അടിയിൽ തന്നെ ഒരുപാട് ചർച്ചകളും പ്രശ്നങ്ങളും വന്ന സമയത്ത് ആ ഹദീസിനെ കുറിച്ച് ഞാൻ പഠിച്ച് മനസ്സിലാക്കിയത് ആ ഹദീസ് വഈഫായ ഹദീസാണെന്നുള്ളതാണ്. അപ്പോ നിങ്ങൾ ആ ഒരു ഹദീസ് വെച്ച് പറഞ്ഞാലും ഇനി ഏതൊരു ഹദീസ് എത്ര വലിയ ഹദീസ് വന്നാലും എന്താണ്, ഖുർആനെതിരായ ഹദീസ് വന്നെങ്കിൽ ആ ഹദീസിനെ തള്ളണം. അതാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. പിന്നെ പറയുന്നത് ഇത് ഇതിനെ പറ്റി നമ്മളൊന്ന് ക്ലിയർ ചെയ്തിട്ട് അടുത്ത ചോദ്യം. നിങ്ങൾ ഷിഫായിനെ പറ്റിയാണ് അടുത്ത ചോദ്യം. നമ്മൾ ഷഫാഅത്ത് അള്ളാഹുവിന്റെ സിഫത്താന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. ഈ ഷഫാഅത്ത് അള്ളാഹുവിന്റെ സിഫത്താണ് എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. ഞങ്ങളാരും ഷഫാഅത്ത് അള്ളാഹിന്റെ സിഫത്താന്ന് പഠിച്ചിട്ടില്ല. ഷഫാഅത്ത് അള്ളാഹുവിന്റെ സിഫത്താണ് എന്ന് നിങ്ങൾ പറഞ്ഞിട്ടാണല്ലോ തുടങ്ങിയത്. ഞങ്ങളാരും അത് പഠിച്ചിട്ടില്ല. ഞങ്ങൾ ഒരുപാട് കിതാബ് ഓതിയിട്ടുണ്ട്, ഓതി കൊടുത്തിട്ടുമുണ്ട്, ഖുർആൻ നോക്കിയിട്ടുണ്ട്, ഹദീസ് നോക്കിയിട്ടുണ്ട്. ഷഫാഅത്ത് അള്ളാഹുവിന്റെ സിഫത്താണ്. ഈ ഷഫാഅത്ത് എന്നുള്ളതിന്റെ മലയാള അർത്ഥം എന്താ? ഷഫാഅത്ത് എന്നുള്ളതിന്റെ മലയാള അർത്ഥം എന്താണ്? അല്ല, നമ്മളതിന്റെ അറബി ഒന്ന് മലയാളീകരിച്ചാൽ അള്ളാഹിന്റെ സിഫത്താണോ അല്ലേന്ന് അറിയാൻ വേണ്ടിയാണ്. ആ മൈക്കൊന്ന് കൊടുത്തത്. ഷഫാഅത്തിന്റെ മലയാള അർത്ഥം ഒന്ന് ജസ്റ്റ് അത് മാത്രം പറഞ്ഞാൽ മതി കേട്ടോ. സഹായിക്കുന്നവൻ. ഇനി മൈക്കൊള്ളി. സഹായിക്കുന്നവൻ എന്നല്ല, ശുപാർശ ചെയ്യൽ എന്നാണ്. ശുപാർശ ചെയ്യൽ. എന്താ ശുപാർശ ചെയ്യൽ? ഒരു ഉദാഹരണം. അപ്പുറത്തുള്ള നഗരസഭാ അധ്യക്ഷനോട് എന്റെ കാര്യം ബഹുമാനപ്പെട്ട മജീദ് സാഹിബ് ശുപാർശ ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താ? ഒരാള് മറ്റൊരാളോട് വേറൊരാളെ കാര്യം പറയുക, അതാ ശുപാർശ ചെയ്യൽന്ന്. ഏതൊരു മലയാളിക്കും അറിയാം. ശഫാഅത്ത്, ശുപാർശ ചെയ്യൽ. ആ ശുപാർശ അള്ളാഹുവിന്റെ സിഫത്താണ്. അപ്പൊ എന്തു വന്നു? അള്ളാഹു തആല വേറൊരാളോട് ശുപാർശ ചെയ്യാം. അല്ല പറയാ വേറെ അള്ളാഹിനോട്. അല്ല ശുപാർശ ചെയ്യുമ്പോ അള്ളാഹിന്റെ മേലത്തെ ഒരാളായിരിക്കുമല്ലോ. അപ്പൊ അല്ല പറയാ, ഓ അല്ലാ, ഇയാളെ കാര്യം ഒന്ന് ചെയ്തു കൊടുക്കണേ
എന്തൊരു വിഡ്ഢിത്തരാ നിങ്ങൾ പറയുന്നത്? പറയട്ടെ വൈക്കത്തരാ. അപ്പൊ ശഫാഅത്ത് അള്ളാഹുവിന്റെ സിഫത്താണ് എന്ന നിങ്ങളെ വാദം തന്നെ ഏറ്റവും പിഴച്ചാക്കിയത് വഹാബി പ്രസ്ഥാനത്തിന്റെ ബേസാണ്. ശഫാഅത്ത് പടച്ചോന്റെ സിഫത്താണ്. അള്ളാഹിന്റെ സിഫത്തായിട്ട് നമ്മൾ ഖുദ്റത്ത്, ഇൽമ്, സമഅ്, ബസർ, ഇറാദത്ത് ഇങ്ങനെ പലതും പഠിച്ചിട്ടുണ്ട്. ശഫാഅത്ത് പഠിച്ചിട്ടുണ്ടോ? ഖിദമ്, മുഖാലഫത്തുൽ ഹവാദിസി, സൃഷ്ടികളോട് എതിരാവുക, പണ്ടേ ഉള്ളവനാവുക, അനാദിയാവുക, അന്ത്യമില്ലാത്തവനാവുക, കഴിവ്, കേൾവി, സംസാരം, ജീവൻ, വേണ്ടുക, ഇങ്ങനെ പലതും പഠിച്ചിട്ടുണ്ട്. ശഫാഅത്ത് എന്ന് ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ? എവിടുന്ന് കിട്ടി നിങ്ങൾക്ക് ഈ ശഫാഅത്ത് അല്ലാഹുവിന്റെ സിഫത്താണെന്നുള്ളത്? എവിടുന്ന് കിട്ടി? ആരാ പറഞ്ഞത്? അത് ക്ലിയർ ചെയ്യണം. ബഹുമാനപ്പെട്ട സുഹൃത്തിനോട് എനിക്ക് പറയാനുള്ളത്, ശഫാഅത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, പ്രാർത്ഥിക്കുന്നത് അള്ളാഹു പ്രാർത്ഥിക്കുന്നവൻ എന്നുള്ളത് എന്താണ്? അള്ളാഹുവിന്റെ സിഫത്താണ്. അല്ല, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നവനാണ്. അതുപോലെ ശുപാർശ ചെയ്യുന്നവര്, നമ്മൾ ശുപാർശ ചെയ്യുന്ന ആരോടെ ശുപാർശ ചെയ്യുന്നത്? അള്ളാഹുവിനോട്. അല്ലാതെ അള്ളാഹുവിന്റെ അടിയിൽ ഖുർആനിലെ ആയത്തുണ്ടല്ലോ, എന്താ? അവർ അള്ളാഹുവിനെ അടിയിൽ മീഡിയേറ്റേഴ്സിന്, മധ്യവർത്തികളെ വെച്ചു. അവർ എന്തിനെയാണ് പിൻപറ്റുന്നത്? ഊഹത്തെ മാത്രമാണ് പിൻപറ്റുന്നത് എന്ന് പറഞ്ഞിട്ട് ഖുർആനിലെ ആയത്തുണ്ട്. സൂറത്തുൽ നിസായില് അങ്ങനെ ഒരു ആയത്തൊന്നും ഖുർആനിലില്ല, നിസായിലും ഇല്ല, ഇതിനപ്പുറം ഇല്ല. പിന്നെ നമ്മള് അള്ളാനോട് ശുപാർശ ചെയ്യാം. നമ്മൾ അള്ളാനോട് ശുപാർശ ചെയ്യാം. അപ്പൊ അള്ളാഹു ശുപാർശ ചെയ്യപ്പെടുന്നവനാണ്. അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനിലേക്ക് ശുപാർശ എത്തും. അപ്പോൾ ശുപാർശ നമ്മളാ ചെയ്യുന്നത്. അതാണ് നമ്മൾ പറഞ്ഞത്. മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അള്ളാനോട് ശുപാർശ ചെയ്യാണ്. അപ്പൊ ശുപാർശ ചെയ്യുന്നത് അള്ളാനോടാ. ആര്? മുഹിയുദ്ദീൻ ശൈഖ്. ആർക്ക് വേണ്ടി? നമുക്ക് വേണ്ടി. ഇനി ഞാൻ നിങ്ങൾക്ക് ശുപാർശ ചെയ്യണം. ഞാൻ നിങ്ങൾക്ക് ശുപാർശ ചെയ്യാലോ, നിങ്ങൾക്ക് എന്റെ കാര്യം ശുപാർശ ചെയ്യാലോ പടച്ചവനോട്. മയ്യിത്ത് നിസ്കാരത്തിൽ നമ്മൾ എന്താ പറയുന്നത്? അല്ലാഹുമ്മ ജഅൽഹു ശഫീഅൻ ലി അബവൈഹി. അല്ലാഹുവേ, ഈ മരിച്ചു കിടക്കുന്ന കുട്ടിയെ മാതാപിതാക്കളുടെ ശുപാർശകനാക്കണേ. അപ്പൊ ശുപാർശ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരാളെ കാര്യം മറ്റൊരാൾ അള്ളാഹിനോട് പറയാം. അപ്പൊ ചെയ്യുന്നവൻ ശഫാഅത്തിന്റെ ഉടമ ഇവനാണ്, അല്ലല്ല. ശഫാഅത്ത് അള്ളാഹുവിന്റെ സിഫത്താണ് എന്ന മഹാവിഡ്ഢിത്തരം അത് ഒരിക്കലും ഇനി നിങ്ങൾ പറഞ്ഞു പോകരുത്. ആരെങ്കിലും നിങ്ങൾക്കത് പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ നാളെ മുതൽ അവനെ പിടികൂടണം, എന്നിട്ട് പറഞ്ഞു കൊടുക്കണം. അത് ശരിയല്ല, മനസ്സിലായില്ല? അപ്പൊ അതുകൊണ്ട് തന്നെ ശഫാഅത്ത് ഇപ്പൊ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മൈക്ക് തരും കേട്ടോ. കൃത്യം നമുക്ക് സമയത്തിന് പരിധിയില്ല നമ്മൾ പറഞ്ഞല്ലോ. പരിധിരഹിതമായ അവസരമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പരിധി വരത്തക്ക വിധത്തിലുള്ള ഒന്നും ഇവിടെ നടക്കാതിരിക്കട്ടെ, അതിനുവേണ്ടി അള്ളാഹു സഹായിക്കട്ടെ എന്ന് ദുആ ചെയ്യാം. അപ്പോ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, താങ്കളുടെ പ്രസ്ഥാനം ഞങ്ങൾ ചോദിച്ചിട്ടില്ല, പേരും ചോദിച്ചിട്ടില്ല, താങ്കൾ അത് പറഞ്ഞു തന്നിട്ടുമില്ല. ശഫാഅത്ത് എന്നുള്ളത് മുഹിയുദ്ദീൻ ശൈഖിനോട് ചോദിക്കുക എന്നുള്ളത് ഒരിക്കലും അള്ളാഹിന്റെ സിഫത്തിൽ പങ്കു ചേർക്കലല്ല. ഞാനൊരു ഉദാഹരണം പറയാം. തഫ്സീർ ഇബ്നു കസീർ ഖുർആന്റെ ആധികാരികമായ തഫ്സീറാണല്ലോ. ആ തഫ്സീർ ഇബ്നു കസീറിന്റെ ഒരു ചെറിയൊരു വരി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. തഫ്സീർ ഇബ്നു കസീറിൽ ബഹുമാനപ്പെട്ട ഇബ്നു കസീർ പറയുകയാണ്, അതിന്റെ 7-ാം വാല്യം 299 പേജിൽ പറയാണ്. എന്താ? ബഹുമാനപ്പെട്ട സവാദ് ബിൻ ഖാരിബ് റളിയല്ലാഹു അൻഹു സഹാബിയാണ്. അദ്ദേഹം ഇന്ത്യയിലായിരുന്നു. ഇന്ത്യയിൽ നിന്ന് ജിന്നുകളുടെ വിളിയാളം കേട്ടുകൊണ്ട് റസൂലിന്റെ അടുക്കൽ പോയിട്ട് മുസ്ലിമായ മഹാനാണ്. അദ്ദേഹം പറയാം, വകുല്ലി, റസൂലുള്ളാഹിനോട് പറയാം, വകുല്ലി ശഫീഅൻ യൗമ ലാ ദു ശഫാഅതി സിവാകാ ബിമുഗ്നിൻ അൻ സവാദ് ബിൻ ഖാരിബി. ബഹുമാനപ്പെട്ടവർ പറയാം,
ഇബ്നു കസീർ 7-ാം വാള്യം 299 അതിൽ പറയാം, നബിയെ അങ്ങ് എന്റെ ശുപാർശകനാകണേ, റബ്ബിനോട് ശുപാർശകനാകണേ. നിങ്ങളുടെ കാഴ്ചപ്പാട് പ്രകാരം ഇവിടെ സവാദ് ബിൻ ഖാരിബ് ഖുർആനിന് എതിര് പറഞ്ഞു. ഖുർആനിന്റെ ഏത് ആയത്തിനോട് എതിര് പറഞ്ഞു? ഒരൊറ്റ ആയത്തിനോടും ഇത് എതിരല്ല. ഇനി ഇതേപോലെ തന്നെ ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, അനസ് റളിയല്ലാഹു തആല അനസ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് എനിക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യണമേ എന്ന് ആവശ്യപ്പെട്ട സംഭവം ഇമാം തുർമുദി തന്റെ സുനനിൽ ഉദ്ധരിക്കുന്നു. അത് ഏത് ഖുർആന്റെ ആയത്തിനോട് എതിരായി? നിങ്ങൾ ഒരു ഉസൂലുണ്ടാക്കി, ഖുർആനിനോട് എതിരായ ഹദീസ്. അപ്പൊ ഞങ്ങൾ പറയുമ്പോ ഞങ്ങൾ മനസ്സിൽ നിങ്ങൾ മടവൂരിയുടെ ആശയക്കാരനാണോ എന്ന് ഞങ്ങൾക്ക് തോന്നുകയാണ്. കാരണം മറ്റ് രണ്ട് മുജാഹിദും അങ്ങനെ പറയാറില്ല. ഖുർആനോട് എതിരായ ഹദീസ് എന്നുള്ള പ്രയോഗം അവർക്കില്ല. അത് മറ്റേ വിഭാഗം മടവൂരികളാണ് അങ്ങനെ പറയാറ്. ഏത് ആയത്തിനോട് ഇത് എതിരുണ്ട്? ഒരു ആയത്തിനോട് എതിരില്ല. ഖുർആനിൽ എത്ര ആയത്തുണ്ടോ അതിൽപ്പെട്ട ഒറ്റ ആയത്തിനോടും ഇതെതിരില്ല. ഇനി മൂന്നാമതായി, യാ ഇബാദല്ലാഹ് ഈനൂനി എന്നുള്ളത് ലഈഫായ ഹദീസാണെന്നാണ്. അതെ, യാ ഇബാദല്ലാഹ് ഈനൂനി എന്നുള്ളത് ലഈഫാണെന്നാണ് നിങ്ങൾ പഠിച്ചത് എന്ന് പറഞ്ഞു. ഇത് മുജാഹിദിന്റെ പുസ്തകം. ഇത് രചിച്ചത് ഡോക്ടർ കെ സക്കരിയ സലാഹി. അദ്ദേഹം ഈ ഹദീസിനെ പറ്റി എന്തു പറഞ്ഞു? എന്താ പറഞ്ഞത്? ഇതിന്റെ 21, 22 പേജുകളിൽ ജിന്നുകളോടുള്ള സഹായത്തേറ്റവും KJU ഫത്വയും. എന്നാൽ ഈ ഹദീസ് സഹീഹാണെന്ന് മനസ്സിലാക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്ത ഇമാമയുള്ള മുൻകാല ഇമാമുകളുണ്ട്. അദ്ദേഹം ഒരു പാരഗ്രാഫ് നീണ്ടത് വിശദീകരിക്കാൻ സമയക്കുറവുകൊണ്ട് ഞാനത് വായിക്കുന്നില്ല. വായിക്കണമെന്ന് നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ വായിക്കാം. അതെല്ലാം നേരത്തെ പറഞ്ഞ ഷൗക്കാനിയുടെ ഉദ്ധരണിയൊക്കെ അദ്ദേഹം കൊടുത്തതിന് ശേഷം പറയാണ്, അപ്പോൾ മുൻഗാമികളായ മുഹദ്ദിസുകളും തൗഹീദി പ്രസ്ഥാനത്തിന്റെ അനിഷേധ്യ നേതാക്കളും അമൽ ചെയ്യുകയും സഹീഹായി കണ്ട് അമൽ ചെയ്യാൻ നിർദ്ദേശിക്കുകയും ചെയ്ത ഒരു ഹദീസാണിത്. സുഹൃത്തെ, ആരാ നിങ്ങളോട് ഈ ഹദീസ് ദഈഫ എന്ന് പറഞ്ഞത്? സക്കരിയ സലാഹി, ഡോക്ടർ കെ സക്കരിയ സലാഹി. അദ്ദേഹം ഇപ്പോൾ എവിടെയാണെന്ന് ഞങ്ങൾക്കും അറിയില്ല, നിങ്ങൾക്കും അറിയില്ല. അദ്ദേഹം പറയാണ്, അപ്പോൾ മുൻഗാമികളായ മുഹദ്ദിസുകളും തൗഹീദി പ്രസ്ഥാനത്തിന്റെ അനിഷേധ്യ നേതാക്കളും അമൽ ചെയ്യുകയും സഹീഹായി കണ്ട് അമൽ ചെയ്യാൻ നിർദ്ദേശിക്കുകയും ചെയ്ത ഒരു ഹദീസാണിത്. ഇതെങ്ങനെയാ ദഈഫ? ആരാ നിങ്ങളോട് ഇത് ദഈഫ എന്ന് പറഞ്ഞത്? അബ്ദുറഹ്മാൻ സലഫിയോ അതോ കുഞ്ഞി മുഹമ്മദ് പറപ്പൂരോ? ഇങ്ങനെയുള്ള നമ്മളെ പോലത്തെ ആൾക്കാരാണോ പറഞ്ഞത്? സുഹൃത്തെ, അതുകൊണ്ട് അത് ദഈഫല്ല, കൃത്യമായി അത് പ്രമാണയോഗ്യമാണ്. ബഹുമാനപ്പെട്ട സുഹൃത്തിനോട് എനിക്ക് പറയാനുള്ളത്, ആ ഉദ്ധരിച്ച ഹദീസ് വഈഫാണെന്ന് സനദുകൾ വെച്ച് നമുക്കത് കിതാബുകളുടെ പിൻബലത്തിൽ അത് നീണ്ട ചർച്ചയിൽ അത് തെളിയിക്കാൻ കഴിയുന്ന വിഷയമാണ്. ഇപ്പൊ എന്റെ ചോദ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, സുഹൃത്ത് പറഞ്ഞു നബിയെ നീ ശുപാർശകനാകണേ. ഇത് പറയുന്നത് നബിനോട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടിട്ട് പറയുന്നത്. അതായത് സുഹൃത്തെ ഞാൻ പറയുന്നത് നമുക്ക് ആ വിഷയം ക്ലിയർ ചെയ്യാം. കുറെ പറഞ്ഞു നിങ്ങൾക്ക് ശഫായത്ത് എന്താന്ന് പറഞ്ഞിട്ടില്ല. അള്ളാഹ് സിഫത്താണ് ശഫായത്ത് എന്ന് പറഞ്ഞ ഒന്നാം ക്ലാസ് പോലും തിരിയാത്ത പൊട്ടത്തരെല്ലാം നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഓരോന്ന് ക്ലിയർ ചെയ്ത് പോകും. വെറുതെ സമയങ്ങളുണ്ട ഇങ്ങനെ നിങ്ങളെന്തൊക്കെ പറയും. നിങ്ങളെന്താണ് പറയുന്നത് നിങ്ങൾക്ക് തന്നെ അറിയില്ല. ഇവരോട് ക്ഷമിപ്പേണമേ എന്ന് ബൈബിളിൽ പറഞ്ഞ ഉദ്ധരണി അനർത്ഥമാക്കുന്ന സ്വഭാവങ്ങൾ കാണിക്കരുത്. അതുകൊണ്ട് വിനയപുരുഷനും സുഹൃത്തിനോട് പറയാം, ഒരു വിഷയം ക്ലിയർ ചെയ്യാം. യാ ഇബാദല്ലാഹ് ഐനൂനി എന്നത് ഇമാം ഹൈസമിയെ ഉദ്ധരിച്ചുകൊണ്ട് അത് സഹീഹാണെന്ന് ഷൗക്കാനി പറയുന്നു.
ഇനി ഒട്ടനവധി ഉദ്ധരണികൾ ഇവിടെ ഉദ്ധരിച്ച പുസ്തകം ഇവിടെ വായിച്ചു. ഇനി വേണമെങ്കിൽ അൽബാനി അടക്കമുള്ള ആളുകൾ സഹീഹാണെന്ന് പറഞ്ഞ പലരെ തൊട്ട് ഉദ്ധരിച്ചത് ഇവിടെ വായിക്കാം. അത് ഹസനാണെന്ന് പറഞ്ഞവരുണ്ട്, അതിന്റെ റിപ്പോർട്ടർമാരാടെല്ലാം സിഖാത്തുൻ വിശ്വസ്തരാണെന്ന് പറഞ്ഞവരുണ്ട്. അതൊക്കെ ഇവിടെ വളരെ കൃത്യമായി ഞങ്ങളിവിടെ പറഞ്ഞു. ഇനിയും നിങ്ങൾ സഹീഹാണ് ലഈഫാണെന്ന് പറയാൻ നിങ്ങൾ ആര് പഠിപ്പിച്ചു, എവിടെ നിന്ന് കിട്ടി, അതിപ്പോ ക്ലിയർ ആക്കുക. എന്നിട്ട് അടുത്ത് അത് പറയും. നിങ്ങൾ ലഈഫാണെന്ന് പറഞ്ഞ് അങ്ങോട്ട് സനദുണ്ടെന്ന് പറഞ്ഞ് എന്തൊക്കെയോ ആളുകൾക്ക് തിരിയാതെ പുകമാറുണ്ടല്ലോ. ഇതിന്റെ പേരാണ് മുജാഹിദ് എന്ന്. ഇതിന്റെ പേരാണ് മുജാഹിദ്. കവലപ്രസംഗം നടത്താനല്ലാണ്ട് മുജാഹിദുകൾക്കാവൂല. വന്യ സുഹൃത്തിനോട് പറയാണ്, നിങ്ങൾക്കുള്ള എല്ലാ ബഹുമാനവും തന്നിട്ട് നിങ്ങളത് ലഈഫാണ്, എല്ലാ അർത്ഥത്തിലും ലഈഫാണെന്ന് നിങ്ങൾ തെളിയിക്ക് പറയും. ഞങ്ങളിവിടെ നിങ്ങളെ ഇമാമാണ് ഷൗക്കാനി, നെഞ്ചത്തിങ്ങൾക്ക് കൈവെട്ടാൻ സ്രോതസ് എന്ന ഷൗക്കാനി ഉണ്ടല്ലോ, മൂപ്പർ പറയുന്ന ഈ ഹദീസ് നിന്നും പിടിക്കുന്ന മസല മൂപ്പർ ഉദ്ധരിക്കുകയാണ്. അപ്പൊ മൂപ്പർ അത് പഠനം നടത്തിയിട്ട് റിജാലുഹു സിഖാത്തുൻ, അതിന്റെ റിപ്പോർട്ടർമാരെല്ലാം വിശ്വസ്തരാണെന്ന് ഹൈസമിയെ ഉദ്ധരിച്ചിട്ട് തന്റെ തുഹ്ഫത്തുൽ ദാക്കിരീനിൽ പറയുന്നു. ഇതിനെപ്പറ്റി ക്ലിയർ എന്നിട്ട് പറയാം. അടുത്ത് ആ ഹദീസ് വൈഫാണെന്നത് എനിക്ക് സംശയമില്ല. കാരണം ഹദീസിൽ പറയുന്നത് എന്താ വെച്ചാൽ ഹദീസ് അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്യുന്നത് ആ വിഷയം, ആ ഹദീസ് ലഈഫാണെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അപ്പൊ സഹീഹാണെന്നാണോ അല്ല ലഈഫാണെന്നാണോ ആ പറഞ്ഞത്? ആ ഹദീസ് ലഈഫാണെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അത് സഹീഹാണെന്നാണോ അതോ ലഈഫാണെന്നാണോ? എന്തിലേക്ക് സംശയം തീർന്ന് എങ്ങനെയാ അതൊന്ന് പറഞ്ഞു. വൈഫാണത്. കാരണം എന്താണ്, ജിന്നുകളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുന്നു മരുഭൂമിയിൽ എത്തിക്കഴിഞ്ഞാൽ. നിങ്ങൾ ആലോചിച്ചോക്കാണ്, ഖുർആനിൽ അള്ളാഹു വ്യക്തമായി പറയുന്നത് നിങ്ങൾ എന്നെ വിളിച്ചല്ലാതെ പ്രാർത്ഥിക്കരുത് എന്നുള്ളത് ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിലായിട്ട് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്നെ അല്ലാതെ വിളിച്ച് ഷിഫ ചോദിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യുന്ന വർഷം അതെന്താണ്, മാവാഹുന്ന ഉലായിക അസ്ഹാബുന്ന, അവർ നരകവാസികളാണെന്ന് ഖുർആനിൽ പല സ്ഥലങ്ങളിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ശുപാർശ ചെയ്യാൻ പറഞ്ഞത്, നബി അള്ളാഹുവിനോട് ശുപാർശ ചെയ്യുന്നു. നമ്മളിവിടെ എന്താ ചെയ്യുന്നത്, ഔലിയാക്കളെ വിളിച്ച് ശുപാർശ ചെയ്യണം. യാ ഔലിയ യാ മുഹിദ്ദീൻ ഷെയ്ഖ് എന്ന് പറഞ്ഞ് ശുപാർശ ചെയ്യണം. അതെന്താ നമ്മൾ ചെയ്യുന്നത്, മുഹിദ്ദീൻ ഷെയ്ഖിനോടോ അല്ലെങ്കിൽ ഔലിയാക്കളോടോ നമ്മൾ ശിഫ ചോദിക്കാണ്. അത് നേരിട്ട് അള്ളാഹുവിനോടല്ല. ഇവിടെ ഇപ്പൊ നമ്മൾ പറയുന്നത്, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു, അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ അതിന്റെ അടിയിൽ മീഡിയേറ്റേഴ്സിനെ വെച്ച് കഴിഞ്ഞാല് അത് അള്ളാഹു ഖുർആനിൽ പറഞ്ഞതിന് എതിരാണ്, അത് അള്ളാഹുവിന് വ്യക്തമായ പങ്കുചേർക്കലാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ആ മനസ്സിലാക്കിയത് തെറ്റാണെന്നാ പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കിയ പോരാ, മനസ്സിലാക്കിയതിന് പ്രമാണം പറയണം. ഈ ഹദീസ് രണ്ട് കാര്യമാണ് നിങ്ങൾ പറഞ്ഞത്. ഒന്ന്, യാ ഇബാദല്ലാ അഈനൂനി എന്ന ഹദീസ് ലഈഫാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞങ്ങൾ പറഞ്ഞു ആ ഹദീസിനെ സംബന്ധിച്ച് ഹദീസ് ലഈഫെന്നോ സഹീഹാണെന്നോ പറയാൻ, വസ്തുനിഷ്ഠമായി വിശകലനം ചെയ്യാൻ അധികാരമുള്ള ഇമാമുമാർ എന്തു പറഞ്ഞു? റവാഹുൽ ബസ്സാർ. ഈ ഹദീസ് ഉദ്ധരിച്ചത് ഇമാം ബസ്സാറാണ്. നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുകയല്ലേ, ഇതിൽ കാണുമ്പോൾ അങ്ങനെ തോന്നുന്നുണ്ട്. വരിജാലുഹു സിഖാത്തുൻ. ഇനി അൽബാനി എന്ത് പറഞ്ഞു? അൽബാനി തന്റെ അസ്സിൽസിലത്തുൽ ലഈഫ എന്ന കിതാബിൽ പറയാണ്, ഹാദാ ഹദീസുൻ ഹസനുൽ ഇസ്നാദ്. ഈ ഹദീസ്, ഇതിന്റെ പരമ്പര കുറ്റമറ്റതാണ്. അഖ്റജഹുൽ ബസ്സാർ. ഇതിനെ ഇമാം ബസ്സാറാണ് ഉദ്ധരിച്ചത്. ശേഷം പറയാം, വഹസ്സനഹു സഖാവിയു ഫിൽ ഇബ്തിഹാജ്. ഇമാം സഖാവി തന്റെ ഇബ്തിഹാജ് എന്ന കിതാബിലും ഈ ഹദീസ് ഹസനാണെന്ന്, സ്വീകാര്യമാണെന്ന് പറഞ്ഞു. വഖാലൽ ഹൈസമിയു മജ്മുഉ സവാഇദിൽ ഇമാം ഹൈസമി പറഞ്ഞു, റിജാലുഹു സിഖാത്ത്. ഇതിന്റെ സനദ് വളരെ കുറ്റമറ്റതാണ്. ഖാലൽ ഹാഫിൽ ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ലാ. ലക്ഷക്കണക്കിന് ഹദീസ് മനപ്പാടാക്കി മനനം ചെയ്ത മഹാന്മാരാ. ഇത് ശഫാഅത്ത് എന്നുള്ളത് ശിഫാഅത്ത് എന്ന് പറയുന്ന ആൾക്കാരല്ല. ശരിക്കും മനസ്സിലാക്കണം. ഖാലൽ ഹാഫിൽ ഹാദാ ഹദീസുൻ ഹസനുൽ ഇസ്നാദ്. ഇത് സനദ് കുറ്റമറ്റതാണ് എന്ന് ഹാഫിദുൽ അസ്ഖലാനി. അപ്പൊ എല്ലാവരും ഇത് സനദ് സഹിയാണ്. ഇനി ഡോക്ടർ കെ സക്കരിയ സലായി പറയാണ്, മുൻകഴിഞ്ഞ മുഹദ്ദിസുകളും
തൗഹീദി പ്രസ്ഥാനത്തിന്റെ അനിഷേധ്യ നേതാക്കളും ഈ ഹദീസ് സഹിയാണെന്ന് മനസ്സിലാക്കി അമൽ ചെയ്തു. അവർക്ക് ആർക്കും മനസ്സിലാവാതെ ഇദ്ദേഹം പറയാണ് ഇത് ഖുർആനിനോട് എതിരായതുകൊണ്ട് ദഈഫാണ് അല്ലേ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഖുർആനിൽ പറഞ്ഞില്ലേ എന്നെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കണം, വേറെ ആരെയും വിളിച്ചു പ്രാർത്ഥിക്കരുത്. അപ്പോൾ അവിടെ ജിന്നിനോടുള്ളത് അതിനോടെതിരായതുകൊണ്ടത് ദഈഫാണ് എന്ന ഒരു മുജാഹിദ് മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത്. ഏത് മുജാഹിദ് എന്ന് നിങ്ങളെ പേര് പറഞ്ഞിട്ടില്ല, ഏത് പ്രസ്ഥാനം പറഞ്ഞിട്ടില്ല. പക്ഷെ ഞങ്ങൾ മനസ്സിലാക്കുന്നു നിങ്ങൾക്ക് മടവൂരി വിഭാഗത്തോടാണ് ടച്ച് എന്ന് നിങ്ങളുടെ ചോദ്യത്തിന് മനസ്സിലാക്കും. കാരണം ഇതൊരിക്കലും ജിന്നി വിഭാഗം മുജാഹിദ് ഇങ്ങനെ പറയില്ല. ഹദീസ് സഹീഹാണെന്ന് കണ്ടാ പിന്നെ അത് ഖുർആനെതിരാന്ന് പറഞ്ഞാൽ അവർ തള്ളൂല. കാരണം ഖുർആനെതിരായിട്ടൊരു സഹീഹ് ഹദീസ് ഇല്ലേ. ഖുർആനിനെതിരായിട്ട് ഇമാമുകൾ സഹീഹാണെന്ന് പറഞ്ഞ ഒരു ഹദീസും ഒരു കിതാബിലുമില്ല. ഇല്ല. അപ്പോ നിങ്ങൾ പറഞ്ഞു എന്നെ ഉദുഊനി ഫലാ തദ്ഉ അല്ലാഹി അഹദ പോലുള്ള ഒരുപാട് ആയത്തുണ്ട്. അല്ലാഹുവിന് പുറമെ വേറെ ആരോടും നിങ്ങൾ ദ്വാരക്കരുത്, പ്രാർത്ഥിക്കരുത്. ഈ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? സഹായം ചോദിക്കാന്ന, മറഞ്ഞ മാർഗത്തിൽ സഹായം ചോദിക്കാന്ന, കാണാത്തവരോട് സഹായം ചോദിക്കാന്ന, അഭൗതികമായ സഹായത്തേട്ടെന്ന ആണോ? ലോകത്ത് ഏതെങ്കിലും സ്ഥലത്ത് അങ്ങനെ ഒരു വിശദീകരണം ഉണ്ടോ? ഈ മുജാഹിദുകൾ ഉണ്ടാക്കിയതല്ലാതെ 1,00,000 പരം വരുന്ന പ്രവാചകന്മാരുടെ ഏതെങ്കിലും ഒരു മൊഴിയിൽ അതുണ്ടോ? പോട്ടെ, ഖുർആനിന്റെ ഏതെങ്കിലും ഒരു ആയത്തിന്റെ തുണ്ടത്തിൽ ഉണ്ടോ? പോട്ടെ, ഹദീസുകളിൽ ഉണ്ടോ? പോട്ടെ, മുൻഗാമികളായ ഇമാമുകളുടെ കിതാബിൽ ഉണ്ടോ? ഇല്ല. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ത്വലബുൽ അബ്ദി മിർ റബ്ബിഹി ഹവായിജഹു, തന്റെ റബ്ബെന്ന് വിശ്വസിക്കപ്പെടുന്നവനോട് സമർപ്പിക്കുന്ന അപേക്ഷയാണ് പ്രാർത്ഥന. ജിന്ന് റബ്ബല്ല. ഒരു ഇതും കൂടി ഞങ്ങൾ പറഞ്ഞു. ഈ മറഞ്ഞ മാർഗം, അഭൗതിക മാർഗം, ഇതൊക്കെ ഇത് മുജാഹിദിന്റെ പുസ്തക. ജിന്ന് വിവാദം വസ്തുത എന്ത്? ജിന്ന് വിവാദത്തിൽ ഇടപെട്ടുകൊണ്ടൊരു മുജാഹിദിന്റെ പുസ്തക. ഈ പുസ്തകത്തിൽ അവർ തന്നെ പറയുന്ന ഒരു സംഗതി, ഇതിന്റെ 32ാമത്തെ പേജ് ഞാനൊന്ന് വായിച്ചത്. ഒറ്റ മറിക്ക് തന്നെ 32ാമത്തെ പേജാ കിട്ടിയത്. ഇതിൽ പറയാം, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമെന്നും അഭൗതികമെന്നും കഴിവിനതീതമെന്നും അദൃശ്യമാർഗമെന്നുമെല്ലാം ആരാധനയുടെ സത്തയായ പ്രാർത്ഥനയുടെ നിർവചനം മുമ്പ് വിശദീകരിക്കപ്പെട്ടത്. ആ വിശദീകരണം വിശുദ്ധ ഖുർആനോ പ്രവാചകനോ പറഞ്ഞതല്ല. 32ാമത്തെ പേജിൽ പറയാം, ആ വിശദീകരണം മുജാഹിദുകളുടെ കവലപ്രഭാഷണങ്ങളിലും അവരുടെ സാഹിത്യങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ഈ വിശദീകരണം വിശുദ്ധ ഖുർആനിലില്ല, പ്രവാചകൻ പറഞ്ഞതല്ല. പിന്നെ ആര് പറഞ്ഞതാ? മുജാഹിദ് തന്നെ പറയാം, നാം ആവിഷ്കരിച്ചെടുത്ത ഒരു വിശദീകരണം മാത്രമാണത്. ആര് ആവിഷ്കരിച്ചെടുത്ത? മുജാഹിദുകൾ ആവിഷ്കരിച്ചെടുത്ത ഒരു വിശദീകരണം മാത്രം. എന്റെ സുഹൃത്ത്, നിങ്ങൾ പറഞ്ഞു യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന ഹദീസ് അതിനെ ഇമാമിയങ്ങൾ സ്വഹീഹാണെന്ന് പറഞ്ഞാലും ഞാനത് പറയൂല എന്ന് പറഞ്ഞാൽ നിങ്ങളതൊക്കെ പരിശോധിച്ച് ഇങ്ങനെ പഠിച്ചു പറയുന്ന മാതിരി ഉണ്ട്. അത് നിങ്ങളെ ചോദ്യം കേട്ടാൽ തന്നെ മനസ്സിലാവുകയോ? പക്ഷേ എന്റെ സുഹൃത്ത് ശരിക്കും മനസ്സിലാക്കും, ഇമാമികളെല്ലാം ഇത് സഹീഹാണെന്ന് മനസ്സിലാക്കുകയും അമൽ ചെയ്യുകയും ചെയ്യും. നിങ്ങൾ പറയുന്നു അത് എന്നോട് മാത്രം പ്രാർത്ഥിക്കുവിനെന്ന് പറഞ്ഞ ഖുർആനിന്റെ ആയത്തിനെതിരായതുകൊണ്ട് സ്വീകാര്യമല്ല. ഞാൻ പറയുന്നു, പ്രാർത്ഥന എന്ത്? എന്താ പ്രാർത്ഥന? മുജാഹിദുകൾക്ക് മറുപടി ഇല്ലാത്തൊരു ചോദ്യമാണ്. എന്റെ പ്രിയപ്പെട്ട താങ്കൾക്കും അതിന് മറുപടി തരാൻ കഴിയില്ല. ഇത് പറഞ്ഞിട്ട് ഞാൻ പറയുമ്പോൾ അപ്പൊ അതുകൊണ്ട് സുഹൃത്തെ, ഖുർആനിൽ പറഞ്ഞത് പ്രാർത്ഥനയാണ്, ദുആർക്കലാണ്. ഈ ഹദീസിലുള്ളത് ആ ദുആർക്കലല്ല. അല്ലാത്ത ഒന്ന് പിന്നെ എങ്ങനെയാ ഇതിനോടെതിരാകുക? അതുകൊണ്ട് ഖുർആനും ഈ ഹദീസും നിലവെച്ചിട്ട് പോലും നിങ്ങൾക്ക് ഹദീസ് ലഈഫാണെന്ന് പറയാൻ നിർവാഹമില്ല. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പറയണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച ക്ലോസ് ചെയ്തതിന് ശേഷമായിരിക്കണം അടുത്ത ചോദ്യം കേട്ടോ. നേരത്തെ സലീം ഫൈസ് പറഞ്ഞിട്ടുണ്ട്.
ഈ ഹദീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഒന്നല്ലെങ്കിൽ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയ ഐ ഡി, അതല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത സംവാദം എവിടെ എങ്ങനെയെന്ന് പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ഞാൻ ഈ ഹദീസിന്റെ തെളിവുകൾ വെച്ച് എന്ത് ചെയ്യാം, ഈ ഹദീസ് വഈഫാണെന്നുള്ളതിന്റെ സനദെല്ലാം പറഞ്ഞ് ഞാനത് ഇൻഷാ അല്ലാഹ്. അല്ല, നിങ്ങൾ പറയട്ടെ, നിങ്ങൾ പഠിച്ചെന്ന് പറഞ്ഞില്ല. ലൈഫാന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്, പഠിച്ചു മനസ്സിലാക്കിയിട്ടുണ്ട്. എന്താ നിങ്ങൾ പഠിച്ച നിങ്ങൾക്കൊന്നും ഇപ്പൊ ഇല്ലേ? ഞാൻ പഠിച്ചു മനസ്സിലാക്കി. നിങ്ങൾ ലൈഫാണ് അങ്ങനെ പഠിച്ചതാ? പിന്നെന്താ നിങ്ങൾ പഠിച്ചത്? അത് പറഞ്ഞുതരാം. അതായത് ഞാൻ പറയുന്നത് ഈ ഒരു കാരണം വെച്ചിട്ടാണ്. ഏത് കാരണം? ആ ഹദീസിൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലക്ക് എതിരാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നാല് സുഹൃത്ത് മൈക്കാൻ കൊടുക്കും, ഒന്നും കൂടി മനസ്സിലാക്കി തരാം. അതായത് ഖുർആാനിനെതിരാണ് ഈ ഹദീസ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയപ്പോ ഖുർആാനെതിരായ ഹദീസ് ലൈഫാണ് എന്ന് നിങ്ങളൊരു ഉസൂലം ഉണ്ടാക്കി, അത് പ്രകാരം നിങ്ങൾ മനസ്സിലാക്കി. നിങ്ങൾ കേട്ടോളൂ, ശരിക്കും പഠിച്ചോളൂ. എന്റെ പൊന്നു സഹോദരാ, നിങ്ങൾ പാണ്ഡിത്യ ലോകത്ത് ചെറിയ ഒരു പുഴുപോലും അല്ല, നിങ്ങൾ അതിനേക്കാൾ ചെറുത്. പാണ്ഡിത്യ ലോകത്ത് അഗ്രേസരരായ ആളുകൾ നിങ്ങളുടെ ഗ്രൂപ്പിൽപ്പെട്ട തന്നെ, അതായത് മുജാഹിദ് പ്രസ്ഥാനത്തിന് കൈകെട്ടൽ എവിടെയെന്ന് പഠിപ്പിച്ചു കൊടുത്ത തഫ്സീർ പോലും എഴുതിയ ഷൗക്കാനി പോലും പറയുന്നു റിജാലുഹു സിഖാത്തുൻ. ഇനി കേട്ടോളൂ, നിങ്ങൾ എവിടെയാ തിരിയണത്? നിങ്ങൾ ശ്രദ്ധിച്ച് പഠിച്ചോളൂ. നിങ്ങൾ മുജാഹിദുകളൊക്കെ പഠിച്ചോളൂ. ഇത് ആയത്തിനെതിരാണ്, അതുകൊണ്ട് അങ്ങ് തള്ളണം എന്ന് നിങ്ങൾ ഉണ്ടാക്കി വെച്ച ഇത് എതിരാണ് എന്ന് ആരാണ് തീരുമാനിക്കേണ്ടത്? നിങ്ങളെ ബുദ്ധി കൊണ്ടങ്ങ് തീരുമാനിക്കേണ്ടതാണോ? ഓരോ കോമനും കൂടി ഇത് ആയത്തിനെതിരാണ്, അതുകൊണ്ട് ലൈഫാണ് എന്ന് തീരുമാനിച്ച് കവല പ്രസംഗം നടത്തിയിട്ട് ദീനിനെ നശിപ്പിക്കുന്ന ഒന്നാം തരം തീരേണ്ട വൈറസുകളാണ് വഹാബികൾ. അതാണ് ഇവിടെ കണ്ടത്. അത് ഖുർആനെതിരാണ് എന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ അത് ലൈഫാണ്. അതാണ് മൂപ്പരെ മാനദണ്ഡം. ഇതാ അൽബാനി പറയുന്നു ആ ഹദീസ് ഹസനാണ്. അദ്ദേഹം ഹൈസമിയെ തൊട്ടുദ്ധരിക്കുന്നു, മജ്മഉ സവായിദിനെ തൊട്ടുദ്ധരിക്കുന്നു, ബസാറിനെ ഉദ്ധരിക്കുന്നു. ഷൗക്കാനി പറയുന്നു ആ ഹദീസ് കുറ്റമറ്റതാണ്. വരിജാലുഹു സിഖാത്തുൻ വമിൻ ഉഫീഹി. ഈ ഹദീസിന് മൂപ്പര് മസല പഠിക്കുന്നുണ്ട്. ഈ ഹദീസിന്റെ മസല പഠിപ്പിക്കുകയാണ്. നിങ്ങളെ നെഞ്ഞത്ത് കൈകെട്ടാൻ പഠിപ്പിച്ച ഇമാമെന്ന് നിങ്ങൾ പറയുന്നു. ഇമാം ഷൗക്കാനി ആവട്ടെ, മഹ്മൂദ് ഷൗക്കാനി ആവട്ടെ, ഷൗക്കാനി പോലും ഈ ഹദീസിന് മസല പിടിച്ച് ലോകത്ത് മസല പഠിപ്പിക്കുമ്പോ അവരൊക്കെ പൊട്ടന്മാര് എന്ന് ഈ സാധു പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ എത്രമാത്രം അപകടമാണ് പറയണത്. അതുകൊണ്ട് ഇത്തരം ചിന്തയാണ് നിങ്ങളെ മുജാഹിദാക്കി തീർത്തത്. എന്റെ പൊന്നു സഹോദരനോട് പറയാണ്, നിങ്ങൾക്ക് ഇനി വേറെ എന്തെങ്കിലും വിഷയം പഠിക്കാന്നല്ലാണ്ട് ഇതിൽ നിങ്ങൾക്ക് ഒന്നുമില്ല. നിങ്ങളെ ചുക്ക് മുഴുവനും തീർന്നു, ഇവിടെ പൊട്ടി തീർന്നു. ഞാൻ കുറച്ച് പഠിച്ചിട്ടുണ്ട്, അത് ലൈഫാണെന്നൊക്കെ പറഞ്ഞല്ലോ. ആ പഠിച്ചത് ഞാൻ ഇവിടെ പൊട്ടിച്ചതാ, കൊട്ട മുഴുവനും തട്ടിക്കഴിഞ്ഞു. എന്താ പഠിച്ചത്? ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് അള്ളാഹിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ. ഈ ഹദീസ് പറയുന്നുണ്ട് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പറ്റും. അപ്പൊ ആയത്തും ഹദീസ് എതിരാ, അപ്പൊ ലൈഫ. ഇതാ ഉപര പഠനം. മോനെ, ഈ ഹദീസിൽ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാനല്ല പറയുന്നത്. പ്രാർത്ഥനയൊന്ന് വേറെ, സഹായ തേട്ടമൊന്ന് വേറെ. പ്രാർത്ഥനന്റെ അർത്ഥം തിരിയാത്തത് വഹാബികളുടെ ആകെ പ്രശ്നത്തിന്റെ കാതലായ വശമാണ്. മംഗലാപുര സംവാദത്തിൽ മുജാഹിദിന്റെ ജബ്ബാറിനെയും സക്കരിയ ഗ്രൂപ്പിനെ മുഴുവൻ ഇട്ട് വട്ടഞ്ഞിറക്കിയിട്ടുണ്ട് ഞങ്ങൾ 10 ചോദ്യത്തിൽ. പ്രാർത്ഥന എന്താണെന്ന് ചോദിച്ചിട്ട്. അതുകൊണ്ട് പൊന്നുമോ പഠിച്ചോളൂ, പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ തൊലബുൽ അബ്ദി, അടിമ തേടലാണ്. മിർ റബ്ബിഹി, റബ്ബാണെന്ന് വിശ്വസിക്കപ്പെടുന്നവരോട്. ഹവായിജഹു, മാത്രമല്ല ഇത് അൽമനാറ, അടിമയായ മനുഷ്യൻ ഉടമയായ അള്ളാഹുവിനോട് നടത്തുന്ന അർത്ഥനയാണ് ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയായ ദുആ അഥവാ പ്രാർത്ഥന. ഇത് അൽമനാറാണ്. അപ്പൊ ഉടമയോട് അടിമയായ മനുഷ്യൻ നടത്തുന്ന അടിമ നേടുന്ന തേട്ടം, അതാണ് ഖുർആനിൽ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കരുത് എന്ന് പറഞ്ഞത്. ഇത് പ്രാർത്ഥനയല്ല, ഇത് സഹായ തേട്ടമാണ്. അതുകൊണ്ട് അതിൽ എതിരില്ല. ആ ന്യായം ദഈഫാക്കാൻ പൊളിഞ്ഞു. മറിച്ച് അതിന്റെ പരമ്പര വെച്ചുകൊണ്ട് അത് ഹസനാണ്, ഹസനഹു എന്ന് പറഞ്ഞ ബസാറിനെ തൊട്ടുള്ള ഉദ്ധരണി, ഹൈസമിയെ തൊട്ട് ഷൗഖാനി ഉദ്ധരിച്ചത്, അങ്ങനെ അവരൊക്കെ മസല പിടിച്ചതായ, മസല നിസ്പദിച്ചതായ ആ ഹദീസ് വിശ്വപ്രസിദ്ധമാണ്. അതുകൊണ്ട് മനസ്സിലാക്കിയത് വളരെ വലിയ അപകടമാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടതും പഠിക്കേണ്ടതുമായ ശൈലി അങ്ങനെയല്ല. എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് ഞങ്ങൾ പഠിപ്പിച്ചത്. ഞങ്ങളെടുത്ത് വന്നാൽ മതി. ഇനി അടുത്ത മുഖാമത്തിന്റെ സ്ഥലമല്ലേ 2-ാം തീയതി മണ്ണാർക്കാട് വന്നോളൂ. കണ്ണൂർ വരാൻ പറ്റുമെങ്കിൽ നാളെ മുട്ടത്തുണ്ട്, നാളെ അവിടെ മുഖാമുഖമുണ്ട്.
ഇനി അബൂഖർദാനിക്ക് ഇവിടെ എവിടെയൊക്കെ ഉണ്ടാവും, അഷ്റഫിക്ക് വേറെ എവിടെ ഉണ്ടാവും. ഒരുപാട് മുഖാമുഖങ്ങളാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് തൊട്ടടുത്ത് വേണമെങ്കിൽ 2-ാം തീയതി മുഹീദ്ദീമാനെ വീട്ടിൽ തുറക്കുകയാണ്. അടുത്ത 10 ബൈത്തുകൾ മണ്ണാർക്കാട് വെച്ച് 2-ാം തീയതി ഉണ്ട്, അവിടത്തേക്ക് വരികയും ചെയ്യാം. പക്ഷെ സുഹൃത്തുക്കൾ മനസ്സിലായിക്കോളൂ, നിങ്ങൾ ആഴത്തിൽ പഠിച്ചാലും നിങ്ങളുടെ പഠനത്തിന്റെ കോലം ഈ പെരിന്തൽമണ്ണയിൽ ഒരുമിച്ച് കൂടിയ പാരാവാരങ്ങൾക്ക് മനസ്സിലായി. എന്താ? അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാവുന്ന ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഔലിയാക്കളോട് പ്രാർത്ഥിക്കാനാണ് ഈ ഹദീസിൽ പറയുന്നത്. അപ്പൊ ആ ഖുർആനെതിരാണ്. ഇതാ മൂപ്പർ ദഈഫാക്കാനുള്ള മാനദണ്ഡം. അപ്പൊ എന്താണ് പ്രാർത്ഥന എന്ന് തിരിഞ്ഞിട്ടില്ല. ആയത്തിൽ പറഞ്ഞ പ്രാർത്ഥന സാങ്കേതിക പ്രാർത്ഥനയാണ്. അടിമ ഉടമനോട് ചോദിക്കുന്നതിനാണ് സാങ്കേതികമായ ദുആ ആകുന്ന പ്രാർത്ഥന എന്ന് പറയുന്നത് എന്ന് ഇമാം റാസി പറഞ്ഞതാണ് ഇവിടെ ഉദ്ധരിച്ചത്. ഇനി ഇതാ നിങ്ങൾക്ക് പോരെങ്കിൽ റാസി ഇമാമിനൊക്കെ വലിയത് ഇവർക്ക് അൽമനാറാണല്ലോ, അൽമനാറിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും അതിൽ എതിരില്ല. മഹാന്മാരോട് സഹായം തേടൽ അന്നു മുതൽ ഇന്ന് വരെ, ആദ്യകാലം തൊട്ട് ഇന്ന് വരെ മുസ്ലിം ലോകത്ത് നിരാക്ഷേപം നിന്ന് വരുന്നതാണ്. ഇബ്നു തൈമിയെ പോലുള്ള പാവങ്ങൾ പിഴച്ചു പറഞ്ഞു പോയതല്ലാതെ മഹാന്മാരോട് സഹായം തേടൽ വളരെ പ്രസിദ്ധമാണ്. സവാദ് ബിൻ ഖാരിബ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഇബ്നു കസീർ ഉദ്ധരിച്ചതുപോലുള്ള നൂറുകണക്കിന് സംഭവങ്ങൾ അതിന് തെളിവാണ്. എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്ന് പോലും സുന്നിയിലെ ഏതെങ്കിലും ഒരു ഉസ്താദിനെ കണ്ടിട്ട് മോന് പഠിക്കണമെന്ന് വിനയപുരുഷനം ആവശ്യപ്പെടുകയാണ്. ആ മൈക്ക് ധരിച്ചിട്ട് ഒരപേക്ഷയുണ്ട്. ഈ ലൈഫിന് മറുപടി വരാൻ ഈ അവസരം കൊടുക്കും. ഇദ്ദേഹത്തിന് ചോദിക്കാൻ അവസരം അങ്ങനെ നമ്മളിവിടെ ഈ മുഖാമുഖം അല്ല നിങ്ങൾ സംസാരിക്കാൻ പാടില്ല. ഇവിടെ അദ്ദേഹം ഞങ്ങളൊക്കെ കുറച്ചൊക്കെ കിതാബ് ഓതിയ നമ്മളത്ര അറിവുള്ള ആളാണെന്നൊന്നും അദ്ദേഹം അവകാശപ്പെട്ടിട്ടില്ല. അദ്ദേഹം ദഈഫൊന്നുമല്ല. ഒരു വിഷയം പഠിക്കാൻ വേണ്ടി വന്ന ഒരു നല്ല മനുഷ്യൻ. അദ്ദേഹത്തെ നമ്മുടെ സദസ്സിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്തതാണ്. നമ്മുടെ അതിഥിയാണ്. അതിഥി എന്ന നിലക്കുള്ള എല്ലാ മാന്യതയും എല്ലാ ബഹുമാനവും അദ്ദേഹത്തിന് നമ്മൾ നൽകും എന്ന ഒരു പ്രത്യേക ഓഫർ തന്നെ നമ്മുടെ ഈ പരിപാടിയുടെ തുടക്കത്തിൽ എന്റെയും സലീം ഫൈസൽ വിശദീകരണങ്ങൾ നൽകിയതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ചോദിക്കാനുള്ള അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ ചോദ്യം തന്നെ ഷഫാഅത്ത് അഥവാ ശുപാർശ ചെയ്യൽ എന്നത് അള്ളാഹുവിന്റെ സിഫത്താണ് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം തുടങ്ങിയത്. ആ വാദത്തിൽ അദ്ദേഹത്തിന് പിടിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. ഞാൻ ചോദിച്ചു, ഷഫാഅത്ത് അള്ളാഹുവിന്റെ സിഫത്താണെന്ന് ആരാ പറഞ്ഞത്? ഷഫാഅത്തിന്റെ മലയാളം എന്താണ്? അപ്പൊ ശുപാർശ ചെയ്യൽ എന്നാണ് അതിന്റെ മലയാളം എന്ന് പറയുമ്പോൾ അള്ളാഹ് ആരോടാ ശുപാർശ ചെയ്യുക? അപ്പൊ ഇതെങ്ങനെ അള്ളാഹിന്റെ സിഫത്താകുക എന്ന ചോദ്യത്തിന് മുമ്പിൽ അദ്ദേഹത്തിന് പിന്നൊന്നും പറയാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ അദ്ദേഹം രണ്ടാമത് യാ ഇബാദുല്ലാഹ് അഈനുനി എന്ന ഹദീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ അത് സിഹത്തുൽ ഉർഫുമായി അതിന്റെ സ്വീകാര്യതയും അതിന്റെ ദൗർബല്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം ഒരു പഠനം എന്ന നിലക്കാണ് സംസാരിക്കുന്നത്. ഞങ്ങൾ അതിന്റെ ഉദ്ധരിച്ച കിതാബുകളുടെ ഉദ്ധരണികളുടെ പിൻബലത്തോടുകൂടി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, പ്രാർത്ഥന എന്നോട് മാത്രം എന്ന് പറയുന്ന ആയത്തുകളോട് ഈ ഹദീസ് എതിരായതുകൊണ്ട് അത് ദഈഫാണെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ പറഞ്ഞു, പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ റബ്ബിനോടുള്ള അപേക്ഷ മാത്രമാണ്. അല്ലാതെ സൃഷ്ടികൾ തമ്മിൽ സഹായം ചോദിക്കുന്നതിന് ഈ ശിർക്കിന്റെ പരിധിയിൽ വരുന്ന ഇബാദത്തിന്റെ കൂട്ടത്തിൽപ്പെട്ട പ്രാർത്ഥന എന്ന് ഒരു പ്രവാചകന്റെയും മൊഴിയിലില്ല, ഖുർആന്റെ ആയത്തിലില്ല, ഹദീസിലില്ല, ഒരിടത്തുമില്ല. അപ്പൊ ആ സ്ഥിതിക്ക് അദ്ദേഹം മനസ്സിലാക്കിയെടുത്തു എന്ന പെശകാണ്. ഞാൻ അതിന്റെ മുജാഹിദുകൾ തന്നെ പുസ്തകം പറഞ്ഞു, അത് മുജാഹിദുകളായിട്ട് ഉണ്ടാക്കിയെടുത്ത പുത്തൻ വാദമാണെന്ന് അവർ തന്നെ എഴുതിയത് ഞാനിവിടെ വായിച്ചു കേൾപ്പിച്ചു. ഇനി അതിനെ തുടർന്ന് ബഹുമാന്യനായ സലീം ഫൈസിയും വിശദീകരിച്ചു. ഇനി അദ്ദേഹത്തിന് എന്തെങ്കിലും ഞങ്ങളുടെ വിശദീകരണത്തിൽ അത് ശരിയല്ല, അങ്ങനെ എല്ലാ കാര്യങ്ങളുള്ളത് എന്ന് അദ്ദേഹത്തിന് പറയാനുണ്ടെങ്കിൽ അദ്ദേഹത്തിന് മൈക്ക് കൊടുക്കുകയാണ്. അദ്ദേഹത്തിന് പറയാനുള്ളത് കഴിയുമ്പോൾ നിങ്ങൾ മൈക്ക് വാങ്ങിയാൽ മതി. അതിന് മുമ്പായിട്ട് മൈക്ക് വാങ്ങുന്നു വേണ്ട കേട്ടോ. മൗലവി ശുപാർശനെ കുറിച്ച് പറഞ്ഞത് എന്താ സാറ്റിസ്ഫൈഡ് അല്ല. പ്രാർത്ഥനയെ കുറിച്ച് മൗലവി എന്ത് പറഞ്ഞു? അത് അക്ഷരം എന്താ അൽഹംദുലില്ലാഹ് എല്ലാ കൗമും അത് ഒരേ രീതിയിലാണ് പ്രാർത്ഥനയെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് അൽഹംദുലില്ലാഹ്. ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് തെറ്റിദ്ധാരണ മാറ്റിയിട്ട് എല്ലാം അതാണ് ഉദ്ദേശിക്കുന്നത്. തെറ്റിദ്ധാരണ മാറലാണ് ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോ ഞാൻ ചോദിക്കുന്നത് ശുപാർശ ചെയ്യൽ, അതായത് അള്ളാഹുവിനോടല്ലാത്ത ആളുകളോട് നീ ഷെയ്ഖിനെ അല്ലെങ്കിൽ ഔലിയാക്കളെ വിളിച്ച് ശുപാർശ ചെയ്യല് ശിർക്കാണെന്നാണ് ഞാൻ പറയുന്നത്. അത് അള്ളാഹുവിന് പങ്കുചേർക്കലാണ്.
കാരണം എന്താണ്, അള്ളാഹുവാണ് ശുപാർശ അംഗീകരിക്കുന്നവൻ, അള്ളാഹുവാണ് സഹായങ്ങൾ ചെയ്തു തരുന്നവൻ. ഇതിനു പുറമെ നമ്മൾ വേറെ ഒരാളെ വിളിച്ച് പറയുമ്പോൾ അത് അയാൾക്ക് സിഫത്ത് കൊടുക്കുന്നതാണ് നമ്മൾ, അല്ലേ? ഇപ്പൊ ഞാൻ പറയാം, ഒരാളോട്, അത് ജീവിച്ചിരിപ്പുള്ളതോ മരിച്ചുപോയതോ മഹാനോ സാധാരണക്കാരനോ, എന്റെ കാര്യം ശരിയാക്കി തരണേ എന്ന് പറഞ്ഞു. ഇതിനാരെങ്കിലും ശുപാർശ എന്ന് പറയും? ഒരാൾ മറ്റൊരാളോട് നടത്തുന്ന അപേക്ഷ ഇയാൾ അയാളോട് നടത്തുന്ന ശുപാർശ എന്ന് പറയോ? എവിടുന്ന? ഇപ്പൊ നിങ്ങൾക്ക് അതും മനസ്സിലായിട്ടില്ല. എന്താ ഈ ശുപാർശ എന്ന് പറഞ്ഞാല്? ഞാനിപ്പോ പറയാം മുഹ്യിദ്ദീൻ ശൈഖിനോട്, എന്താ പറയുന്നത്? അങ്ങ് എന്റെ കാര്യം ശരിയാക്കി തരണേ എന്ന് പറയുന്നത് ഞാൻ മുഹ്യിദ്ദീൻ ശൈഖിനോട് നടത്തുന്ന ശുപാർശ. അതിന് ശുപാർശ എന്ന് പറയാം. ഞങ്ങളൊക്കെ മനസ്സിലാക്കി അതിന് സഹായത്തേട്ടം എന്നാണ്. സഹായത്തേട്ടമല്ല ശുപാർശ, ശുപാർശയല്ല സഹായത്തേട്ടം. നിങ്ങൾ ഇതാകെ കൊയഞ്ഞും മറിഞ്ഞിട്ട് നിങ്ങൾക്ക് ശഫാഅത്തും ഇസ്തിആനത്തും രണ്ടും ഒന്നാണോ? ശഫാഅത്തിന്റെ മലയാളം നിങ്ങൾ പറഞ്ഞില്ല. ഇപ്പൊ മലയാളം പറഞ്ഞു നോക്കുമ്പോ അത് ആകെ കൊയഞ്ഞിട്ടുണ്ടല്ലോ. എന്താണ് ശുപാർശ? ഞാൻ ഈ ഭാഗത്ത് പറഞ്ഞു, എന്റെ വകയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നല്ല, ഇതിന്റെ ആധികാരികമായ ഗ്രന്ഥങ്ങളുടെ സഹായത്തോടുകൂടി ഞാൻ പറഞ്ഞുതരാം എന്താണ് ശുപാർശ. കണ്ടോ, ഞാൻ ഇപ്പോൾ വായിക്കുന്നത് തഫ്സീർ റാസിയാണ് വായിക്കുന്നത്. തഫ്സീർ റാസിയുടെ 2ാം വാള്യം 81ാം പേജാണ് ഞാനിപ്പോ വായിക്കുന്നത്. ഫശ്ശഫാഅത്തു, ശുപാർശ എന്ന് പറഞ്ഞാൽ അൻ യസ്തൗഹിബ അഹദുൻ ലി അഹദിൻ ശൈഅൻ വയത്ലുബ ലഹു ഹാജതൻ. മറ്റൊരാൾക്ക് വേണ്ടി ഒരാൾ വേറൊരാളോട് ഒരു ആവശ്യത്തെ ചെയ്തു കൊടുക്കാൻ വേണ്ടി അപേക്ഷിക്കുന്നതിനെ പറ്റിയാണ് ശുപാർശ എന്ന് പറയുക. നിങ്ങൾ പറഞ്ഞ ഉദാഹരണത്തിൽ ഇവിടെ 3 കക്ഷികളില്ല. ഒരു ശുപാർശയിൽ മിനിമം 3 കക്ഷികൾ വേണം. ഒന്ന്, ആർക്ക് വേണ്ടിയാണോ എങ്കിൽ അയാൾ, അതിന് മശ്ഫൂഉ ലഹു, ആർക്ക് വേണ്ടിയാണോ ശുപാർശ എങ്കിൽ അയാൾ, ആരാണോ ശുപാർശകൻ എങ്കിൽ, ഇങ്ങനെ 3 ആളുകൾ ഉണ്ടാവും. നിങ്ങൾ പറഞ്ഞ ഉദാഹരണത്തിന് 2 ആളുള്ളൂല്ലോ. ഞാൻ വേറൊരാളോട് സഹായം ചോദിക്കുന്നതിന് ആരെങ്കിലും ശുപാർശ എന്ന് പറയൂ? ഞാൻ എത്ര കൃത്യമായി സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന ഉദാഹരണം പറഞ്ഞില്ലേ? അപ്പുറത്തുള്ള നഗരസഭ കാര്യാലയത്തിൽ എന്റെ കാര്യം ബഹുമാന്യനായ മജീദ് സാഹിബ് അവിടെ പോയി അവതരിപ്പിച്ചാൽ എനിക്ക് വേണ്ടി കാര്യാലയത്തിൽ അദ്ദേഹം ശുപാർശ നടത്തി എന്ന് നമ്മൾ സാധാരണ എല്ലാ മലയാളിക്കും മനസ്സിലാവുന്ന ഭാഷയാണ്. താങ്കൾക്ക് എന്താ അത് മനസ്സിലാവാത്തത്? അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി ശഫാഅത്ത് എന്നുള്ള കൃത്യത എന്ത് എന്നുള്ള വിശദീകരണത്തിൽ മാത്രം ഒതുങ്ങ കേട്ടോ. മറ്റുള്ളേക്ക് ഇനി ചാടാനെ ഇത് കഴിഞ്ഞിട്ടല്ലാതെ വേറൊന്നിക്ക് പോകാൻ പറ്റില്ല. എന്താണ് ശഫാഅത്ത്? എന്താണ് ശുപാർശ? അത് കൃത്യമാക്കി മൗലവി ഷഫാഅത്തിന്റെയും ദുആന്റെയും എല്ലാ ഡെഫിനേഷൻ പറഞ്ഞത് അക്ഷരമത് ശരിയാണ്. കാര്യം അതിന് ഞാൻ തർക്കിക്കുന്നില്ല. കാര്യം അത് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. പക്ഷെ ഇവിടെ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് ഇത് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. കാര്യം അപ്പൊ നിങ്ങൾ ആലോചിച്ചത് മിഞ്ചലായിക്ക മിഞ്ചഹന്നമ മഫിയാദി അങ്ങനെ ഒരു ആയത്തിന്റെ ഇതുണ്ടല്ലോ, അത് അതിന്റെ അർത്ഥങ്ങളൊന്നും പറയാൻ കഴിയുമോ? ആയത്തല്ല, അത് ഒരു മൊയ്തീൻ മാല അല്ലെങ്കിൽ മാലമൊലിതോ അങ്ങനെ എന്തോ എന്താ പറഞ്ഞത്? മിഞ്ചിൽ അലായിക്ക മിഞ്ചഹന്നമ മിഞ്ചിൽ അല്ലാഹുവേ. അപ്പൊ അദ്ദേഹം നേരത്തെ പറഞ്ഞതിൽ ഇപ്പൊ തർക്കമില്ല എന്ന് പറഞ്ഞു. അതാ, തർക്കമില്ലാത്തൊരവസ്ഥയിലേക്ക് താങ്കളെ ഞങ്ങൾ എത്തിച്ചതാണ് ശരി. അദ്ദേഹം പറഞ്ഞു, ഒരു ശൈഖിനോടൊരു കാര്യം അപേക്ഷിക്കുന്നത് ശുപാർശയാണ്, അതിന്റെ അവകാശി അള്ളയാണ് എന്നാ പറഞ്ഞത്. ഞാൻ പറഞ്ഞു, അല്ല, അത് ശുപാർശയല്ല. എല്ലാ അപേക്ഷയും ശുപാർശയല്ല എന്ന് നിങ്ങൾ ആദ്യം പറഞ്ഞതിന് ഞാൻ തിരുത്തി തന്നപ്പോ നിങ്ങൾ പറയാം അതിലിപ്പോ എനിക്ക് തർക്കമില്ല. പിന്നെ നിങ്ങൾ ആദ്യം പറഞ്ഞെന്തിനാ?
അല്ല വരട്ടെ, മൈക്ക് ഞാൻ പറയും. മുൻജിൽ ഖലായിഖ് മിൻ ജഹന്നം, പടപ്പുകളെ രക്ഷിക്കുന്ന രക്ഷകൻ എന്ന് അള്ളാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ച് മൗലിദ് കിതാബിൽ മിഞ്ചി എന്നല്ലട്ടോ, മുഞ്ചീന. നേരത്തെ ഷഫായത്തിനെ പറ്റി ഷിഫായത്ത് എന്ന് പറഞ്ഞതുപോലെ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവില്ല. ഞങ്ങൾക്കതിൽ അത് കേൾക്കുമ്പോൾ ഒരു ജാതി അരോചകം തോന്നുന്നുണ്ട്. ഇപ്പൊ നമ്മള് ശബരിമലയിലേക്ക് ഞാൻ ശബരിമല കയറിയെന്ന് ഒരാൾ പറഞ്ഞു. ആ ശബരിമല എന്നുള്ളത് ഒരാൾ ശബരിമുല എന്നാക്കിയ ആകെ പ്രശ്നമില്ലേ? നിങ്ങളതിന്റെ ഓരോ ഹർക്കത്ത് മാറുമ്പോഴുള്ള ബുദ്ധിമുട്ട് മനസ്സിലാക്കണം. ഹർക്കത്ത് മാറുമ്പോഴുള്ള ബുദ്ധിമുട്ട് ഭയങ്കര പ്രശ്നമാണ്. ശബരിമല എന്നുള്ളത് ശബരിമുല എന്നാക്കിയാൽ അർത്ഥം വളരെ ചുരുങ്ങിപ്പോവും, വലിയൊരർത്ഥം ചെറുതിലേക്ക് വരും. അപ്പൊ അങ്ങനെ നിങ്ങൾ പറയും മിഞ്ചിയല്ല, മുഞ്ചിയാണ്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, മുജാഹിദിന്റെ അപ്പോസ്തലന്മാർ അള്ളാന്റെ റസൂലിനെ ലോകരക്ഷകനായി അവതരിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾ പറയും. മുജാഹിദിന്റെ അപ്പോസ്തലന്റെ പുസ്തക ഇതിൽ അള്ളാഹുവിന്റെ റസൂലിനെ രക്ഷകൻ, നബിരക്ഷകൻ എന്ന് ഞങ്ങൾ മാത്രമല്ല പറഞ്ഞു. മുജാഹിദിന്റെ അപ്പോസ്തലനായ സനാഉല്ല മക്തിത്തങ്ങൾ അദ്ദേഹത്തിന്റെ ഈ ഗ്രന്ഥത്തിന്റെ 362 പേജിൽ പറയുന്നു. എന്താ പറയുന്നത്? കണ്ടോ? ശഫാഅത്ത് ചെയ്യുന്ന ആശ്വാസപ്രദൻ മുഹമ്മദ് നബി തന്നെ. എന്താ പറഞ്ഞത്? മുജാഹിദിന്റെ അപ്പോസ്തലനായ സനാഉല്ല മക്തിത്തങ്ങളായിരുന്നത്. ഇയാൾ കാഫിറാണോ? കൊടുക്കട്ടെ, അത് പറയാം. നിങ്ങളെ മദ്രസ പാഠപുസ്തകത്തിൽ എന്താണെന്ന് അറിയോ? സനാഉല്ല മക്തിത്തങ്ങളിൽ നിന്നാണ് മുജാഹിദ് പ്രസ്ഥാനം തൗഹീദ് ഉൾക്കൊണ്ടത് എന്ന മദ്രസ പാഠപുസ്തകത്തിൽ കേന്ദ്രം പഠിപ്പിക്കുന്നത്, ഇന്നും പഠിപ്പിക്കുന്നത്. ആ സനാഉല്ല മക്തിത്തങ്ങൾ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറയാ, ശഫാഅത്ത് ചെയ്യുന്ന ആശ്വാസപ്രദൻ മുഹമ്മദ് നബി തന്നെ. ഞാൻ ലളിതമായ ചോദ്യം, ഈ സനാഉല്ല മക്തിത്തങ്ങളിൽ നിന്നല്ലേ മുജാഹിദ് പ്രസ്ഥാനം തൗഹീദ് ഉൾക്കൊണ്ടത്? ഇദ്ദേഹം കാഫിറാണോ? ഇദ്ദേഹം മുശ്രിക്കാണോ? ആദ്യം അദ്ദേഹത്തെ നരകത്തിൽ ഒരു സീറ്റ് കൊടുക്കൂ, എന്നിട്ട് മതി ഞങ്ങളെ നരകത്തിലാക്കാൻ. തീർന്നില്ല. കാലാവസ്ഥക്കൊത്തതായ ഈ പടയിൽ നമ്മെ രക്ഷിക്കുന്ന നബിയെ തെളിയിച്ചു ഉറപ്പിക്കുന്നതിലേക്ക് ഓരോ ചില്ലി, ഓരോ കാശ് കൊടുക്കാതെ നിങ്ങളും റബ്ബും പടപൊരുതിക്കൊള്ളുവീൻ എന്ന് മൂസാ നബിയുടെ ഉമ്മത്ത് പറഞ്ഞതുപോലെ നിങ്ങളും നിങ്ങളുടെ ഭ്രാന്തും തന്നെ ആവട്ടെ എന്ന് നമ്മോടും പറഞ്ഞ് ഈസാ നബിയുടെ ഉമ്മത്ത് പേടിച്ചു മാറിക്കളഞ്ഞതുപോലെ നമുക്ക് സഹായിച്ചാൽ കഷ്ടത്തിലാകുമെന്ന് ഭയപ്പെട്ടു മാറി നിന്നും വരുന്നവർക്കുണ്ടാകുന്ന അനുഭവം അവർക്കൊത്തതായിരിക്കും. അദ്ദേഹം പറയുന്നത് എന്താ അറിയോ? ഏതൊരു സദസ്സിൽ വെച്ചുകൊണ്ട് അദ്ദേഹം പറയാ, സനാഉല്ല മക്തിത്തങ്ങൾ പറയാ, മൂസാ നബിയുടെ കൗമ് മൂസാ നബിയോട് പറഞ്ഞതുപോലെ എന്നോട് നിങ്ങൾ പറയരുത്, നിങ്ങളും നിങ്ങളെ പറച്ചോലേക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ സദസ്യർ ഒഴിഞ്ഞു മാറാൻ പാടില്ല, എന്നെ സഹായിക്കണം, ഈ സംരംഭത്തിന് സഹായിക്കണമെന്ന് അദ്ദേഹം പറയാം. എങ്ങനെ പറയണത്? കാലാവസ്ഥക്കൊത്തതായ ഈ പടയിൽ നമ്മെ രക്ഷിക്കുന്ന നബിയെ. എന്താ പറഞ്ഞത്? നമ്മെ ഈ പടയിൽ, അദ്ദേഹത്തിന്റെ ഉദ്യമത്തിൽ അദ്ദേഹത്തെ രക്ഷിക്കുന്ന നബിയെ. ധാരാ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അപ്പോസ്തലൻ, മുജാഹിദ് പ്രസ്ഥാനം തൗഹീദ് ഉൾക്കൊണ്ടതെന്ന് മദ്രസ പാഠപുസ്തകത്തിൽ അഭിനന്ദിക്കുന്ന അപ്പോസ്തലൻ സാക്ഷാൽ സനാഉല്ല മക്തിത്തങ്ങളുടെ സമ്പൂർണ്ണ കൃതികളുടെ 362 പേജാണ്. അതിനപ്പുറമൊന്നുമില്ലല്ലോ ഈ മുൻജിൽ ഖലായിഖ്. അപ്പൊ അതവിടെ നിൽക്കട്ടെ, ഇൻഷാ അല്ലാഹ് അത് നമുക്ക് കൂടുതൽ ചർച്ച ചെയ്യാം. ഇവിടെ ശഫാഅത്ത് എന്തല്ല, അത് പടച്ചോന്റെ ഗുണമാണോ അല്ലേ, അതൊന്ന് കൃത്യത വരുത്തണം. അപ്പോ നിങ്ങള് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള ആളുകളോട് വിളിച്ച് ഷഫാഅത്ത് തേടാം എന്നാണ് പറയുന്നത്. എന്റെ പൊന്നാര സുഹൃത്തെ, നിങ്ങൾ ഷഫായത്തിന്റെ മായന പഠിച്ചാൽ പിന്നെ നിങ്ങളിത് പറയൂല. നിങ്ങൾക്ക് ഇത്ര ഓൽ തന്നിട്ട് മനസ്സിലായിട്ടില്ല. നമ്മളോട് ഇഷ്ടപ്പെട്ട ആളോട് സഹായം തേടുന്നതിന് അവരോട് നേരിട്ട് ചോദിക്കുകയാണ്. ഷഫായത്ത് എന്ന് പറഞ്ഞാൽ
ഞങ്ങളെ കാര്യത്തിന് മറ്റൊരാളോട് പറയാൻ, മൂന്നാം കക്ഷിയോട് പറയാൻ, രണ്ടാം കക്ഷിയോട് സംസാരിക്കലാണ്. നഗരസഭാ ചെയർമാനോട് പറയാൻ, മജീദ് സാഹിബിനോട് പറയാം. എന്റെ കാര്യം നഗരസഭാ ചെയർമാനോട് പറയൂ. ഇങ്ങനെ മൂന്നാളുണ്ടാകുമ്പോഴാണ് ശഫായത്ത് വരിക. അപ്പൊ നമ്മൾ ഇഷ്ടപ്പെട്ട ഒരാളോട് ചോദിക്കുന്നതിന് ശഫായത്ത് എന്നല്ല പറയണത് സഹോദര, അയാളോട് നേരിട്ട് ചോദിക്കുകയാണ്. ഇത് ഇത്ര പറഞ്ഞിട്ട് എന്താ മനസ്സിലായത്? മലയാളത്തിൽ ഇത്ര വിശദീകരിച്ചു തന്നിട്ട് എന്താ നിങ്ങൾക്ക് തിരിയാത്തത്? ഒന്നും കൂടി പറഞ്ഞുതരാം. എന്റെ സഹോദരന് ഏതൊരു കാര്യം മനസ്സിലാകുന്നില്ല മൂന്നോട്ടം പഠിപ്പിക്കണമെന്നല്ലോ റസൂൽ പറഞ്ഞിട്ടുള്ളത്. മനസ്സിലാകുന്നില്ല ഒരിക്കൽ പറയാം, പിന്നെയും പറയാം, പിന്നെയും പറയാം. അസ്സലാമു അലൈക്കും സലാം പറയുന്നിടത്തൊക്കെ അങ്ങനെ മസല പറഞ്ഞിട്ട് കേട്ടിട്ടില്ലേ പിന്നെയും എന്നിട്ട് മനസ്സിലാകുന്നില്ലേ പിന്നെ ഇല്ലെങ്കിൽ പിന്നെ വിടുക അല്ലേ? മനസ്സിലാവൂലെങ്കിൽ ഒന്നും കൂടി പറഞ്ഞുതരാം. സുഹൃത്ത് കേട്ടോളൂ. ശഫായത്ത് എന്നത് മൂന്നാള് വേണം. നഗരസഭാ ചെയർമാനോട് എന്റെ കാര്യം പറയാൻ മജീദ് സാഹിബിനോട് പറയാം. അപ്പൊ മജീദ് സാഹിബിനോട് എന്റെ കാര്യം ശഫായത്ത് ചെയ്യാൻ വേണ്ടി പറയാം. ആരോട്? നഗരസഭാ ചെയർമാനോട് ശഫായത്ത് ചെയ്യാൻ. ഞാൻ നേരിട്ട് നഗരസഭാ ചെയർമാനോട് ചോദിക്കുകയാണെങ്കിൽ അവിടെ ശഫായത്തില്ല എന്നതുപോലെ ശ്രദ്ധിക്ക് സഹോദര ശ്രദ്ധിക്ക്. നമ്മൾ ഇഷ്ടപ്പെട്ട ആളോട് ചോദിക്കുന്ന പിന്നെ അവിടെ എന്താ ശഫായത്ത് എന്ന് വന്നത്? മനസ്സിലായോ പറഞ്ഞത്? അള്ളാഹുവിനോട് ചോദിക്കുമ്പോ അവിടെ ശഫായത്തില്ല. അപ്പൊ അള്ളാഹുവിന്റെ സിഫത്താണ് ശഫായത്ത് എന്ന് പറയുന്നത്. ശഫായത്തിന്റെ അർത്ഥം പോലും അറിയാത്ത ഒരു മഹാ മിസ്റ്റേക്കാണ്. ഇടക്കിടക്ക് ഇംഗ്ലീഷിലും പറഞ്ഞ് നിങ്ങൾ ചുളിയാക്കുന്നുണ്ടല്ലോ. സുഹൃത്ത് മനസ്സിലാക്കുക, ഇത് മഹാ തിരിഞ്ഞിട്ടില്ലെങ്കിൽ ഇനി നിങ്ങൾ ആളുകൾ വിലയിരുത്തും. അതുകൊണ്ട് സുഹൃത്ത് സമ്മതിച്ചു തരും. നിങ്ങൾ പറയണത് വിഡിത്തമാണ്, നിങ്ങൾ പൊട്ടത്തരമാണ് പറയണത്. മലയാളത്തിൽ പറഞ്ഞ സക്കരിയ സലാഹിന്റെ ഭാഷയെ പറഞ്ഞ പൊട്ടത്തരാണ് നിങ്ങൾ ഇപ്പൊ പറയണത്. മനസ്സിലായല്ലോ? മഹാന്മാരോട് സഹായം തേടുക. അതിന് ശഫായത്ത് എന്നോ ഷിഫായത്ത് എന്നൊന്നുമല്ല പറയാ, സഹായം തേടുക. അത് ഇഷ്ടം പോലെ പ്രമാണങ്ങളിലുണ്ട്. നിങ്ങളുടെ മുമ്പിൽ നിരത്തിയ ഒരു പ്രമാണം അതിന് വളരെ കൃത്യമാണ്. മുജാഹിദുകൾ ഉന്നയിച്ച് മുജാഹിദുകളെ പിളർത്തിയ പ്രമാണം യാ ഇബാദല്ലാഹീനൂനി എന്നത് അതിന് വളരെ കൃത്യമായ പ്രമാണമാണ്. അപ്പൊ മരിച്ച ആളുകളോട് സഹായം തേടാം അല്ലേ? ചോദ്യം ഇതെത്ര കാലാമത്തോട്ടാ? 3 വട്ടം പറഞ്ഞു കൊടുത്തു. ഏതായാലും ഷഫാഅത്ത് 3 വട്ടം നമ്മൾ പറഞ്ഞു കൊടുത്തു. ഇനി അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട ചോദ്യമാണെങ്കിൽ അതിനെ നമ്മൾ മൈൻഡ് ചെയ്യണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ മരിച്ചവരോട് സഹായം തേടാം അല്ലേ? ആ അതന്നല്ലേ നമ്മൾ പറഞ്ഞത്. മരിച്ചവരോട് സഹായം തേടുന്നത് ശിർക്കല്ല. എന്തുകൊണ്ടല്ല? ഏപ്രിൽ അലിസ്ലായിട്ടാണ് എന്തുകൊണ്ടല്ല? ഇത് മുജാഹിദിന്റെ മാസികയാണ്, ഇസ്ലാഹ് മാസിക. ഒരു കാര്യം ശിർക്കല്ല എന്നതിന്റെ തെളിവെന്ത് എന്ന് ഒരാൾ ചോദിച്ചാൽ, അത് നിങ്ങളാ ചോദിച്ചത്, അതിനുള്ള മറുപടി അക്കാര്യം ശിർക്കാണെന്ന് ഖുർആനിലോ ഹദീസിലോ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു കാര്യം ശിർക്കാകുന്നു എന്ന് പറയുന്നവരാണ് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും സംശയരഹിതമായ തെളിവുദ്ധരിക്കേണ്ടത്. ശിർക്കല്ല എന്നതിന്റെ തെളിവ് ആ കാര്യം ശിർക്കാണെന്ന് പ്രമാണങ്ങൾ കൊണ്ട് തെളിഞ്ഞിട്ടില്ല എന്നതാണ്. പണ്ഡിത ലോകത്ത് സുപരിചിതമായ ഈ ലളിത സത്യം പോലും അറിയാതെ പോയതോ അതല്ല അറിഞ്ഞിട്ടും സൗകര്യപൂർവ്വം മറച്ചുവെച്ച് കുസൃതി ചോദ്യം കൊണ്ട് ഓട്ടയടക്കാൻ ശ്രമിച്ചതോ ഇതിലുള്ളാട്ടോ. അപ്പൊ മരിച്ചവരോട് സഹായം ചോദിക്കൽ ശിർക്കല്ല. അതന്നല്ലേ ഞങ്ങളുടെ വാദം, അതന്നല്ലേ ലോക മുസ്ലിമിന്റെ വാദം, അതല്ലേ ആദം നബിയുടെ വാദം, അതല്ലേ ഹവ്വാബിയുടെ വാദം, അതല്ലേ ഇബ്രാഹിം നബിയുടെയും ഈസാ നബിയുടെയും മൂസാ നബിയുടെയും മുഹമ്മദ് നബിയുടെയും ഖുലഫാഉർ റാഷിദീങ്ങളുടെയും അയിമ്മത്തുൽ അർബഈയുടെയും സകല മുസ്ലിമീങ്ങളുടെയും വാദമല്ലേ? ശിർക്കല്ല. എന്തുകൊണ്ടല്ല? ആണ് എന്നുള്ളതിന് ഒരു ഹർഫ് തെളിവ്. മരിച്ചുപോയ വദ്, സുആഹ് എന്നീ ആൾ ദൈവങ്ങള് പണ്ടുകാലത്തെ ഔലിയാക്കളായിരുന്നു. അപ്പൊ ഇവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതാണ് മക്കാ മുശ്രിക്കുകളിൽ നിന്നും മക്കാ മുശ്രിക്കുകളെ നബി വിലക്കിയത്.
അത് തൗഹീദിനെതിരാണ്, അത് ശിർക്കാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതേ കാര്യമാണ് ഇന്ന് നമ്മുടെ നാട്ടില് നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. മൗലവി അത് ശിർക്കാവൂല, നബി അന്ന് അതിനെ എതിർത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മളിങ്ങനെ ചെയ്യുന്നത് മക്ക മുശ്രിക്കുകൾ ഒരു പടി മുന്നിലായിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അത് എന്താ വിശദീകരണം? വദ്, സുവാ, യഊസ് പോലുള്ള ബിംബങ്ങള്, ആ ബിംബങ്ങള് അത് ബിംബങ്ങളാണ്. ഞാൻ പറയട്ടെ, നിങ്ങൾ പറയുമ്പോ ഞാൻ മൈക്ക് ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങളെന്താ കൈ ഭയങ്കര പൊറുതിയടല്ലേ? എന്നാ കേട്ടോളൂ. ആ ബിംബങ്ങൾ ആരെ പേരിലാണോ അവരുണ്ടാക്കിയതെങ്കിൽ ആ ആളുകളോട് സഹായം ചോദിച്ചതിന്റെ പേരിൽ ഒരൊറ്റ ഖുർആനിന്റെ ആയത്തിലും അവരെ അല്ലാഹു എതിർത്തിട്ടില്ല. ഒരു തുണ്ടം കൊണ്ടുവരൂ സുഹൃത്തെ. പിന്നെ നിങ്ങളത് വിളിച്ചു പ്രാർത്ഥിക്കാം. അതല്ലേ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താ? റബ്ബെന്ന് വിശ്വസിച്ചുകൊണ്ടുള്ള അപേക്ഷയല്ലേ? ഇവിടെ ആരാ മുഹിയുദ്ദീൻ ശൈഖ് റബ്ബാന്ന് പറഞ്ഞാൽ മരിച്ചു പോയതോടുകൂടി റബ്ബാവില്ല. പ്രാർത്ഥനയല്ല സുഹൃത്തെ ചർച്ച. സഹായത്തേട്ടം പറ്റുമോ എന്നുള്ളതാണ് നിങ്ങളെ ചോദ്യം. അത് ശിർക്കല്ല, ആണ് എന്നുള്ളത്. നിങ്ങൾ വദ്, സുവാ, യഊസിന്റെ കഥ പറഞ്ഞു. വദ്, സുവാ, യഊസിനെ മുശ്രിക്കുകൾ ഇബാദത്ത്, ആരാധന, അതിന്റെ ഭാഗമായ പ്രാർത്ഥന അതാ നടത്തിയത്. അത് ആരുടെ പേരിലാണോ ഉണ്ടാക്കപ്പെട്ടതെങ്കിൽ ആ മരിച്ചുപോയ മഹാന്മാരോട് സഹായം ചോദിച്ചതുകൊണ്ടാണ് അവർ മുശ്രിക്കായി എന്ന് ഖുർആനിൽ ഒരൊറ്റ സ്ഥലത്തുമില്ല. ഒരു സ്ഥലത്ത്. ഞങ്ങളൊക്കെ നിരന്തരം ഖുർആൻ ഓതുന്ന ആൾക്കാരാണ്, ഖുർആൻ ഓതിക്കൊടുക്കുന്ന ആൾക്കാരാണ്, ഖുർആനിന്റെ തഫ്സീർ സഹിതം കുട്ടികൾക്ക് ഓതിക്കൊടുക്കുന്ന ആൾക്കാരാണ്. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല ഖുർആൻ സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൻ നാസ് വരെ അതിന്റെ വ്യാഖ്യാന സഹിതം ഓതുകയും ഓതിക്കൊടുക്കുകയും ചെയ്ത ആളുകളാണ്. ഞങ്ങൾ എവിടെയും കണ്ടിട്ടില്ല. ഇനി നിങ്ങൾ അങ്ങനെ ഒരു സ്ഥലത്ത് കണ്ടതായിട്ട് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇന്ന മൗലവിയുടെ പ്രസംഗത്തിൽ ഞാൻ കേട്ടു, അത് ഉദ്ധരിച്ചാലും മതി. ഞാൻ ഇന്ന മൗലവി സുഹൈർ സുങ്കത്തരുടെ പ്രസംഗത്തിൽ കേട്ടു, ഡോക്ടർ സക്കരിയ സലായുടെ പ്രസംഗത്തിൽ കേട്ടു, അല്ലെങ്കിൽ ഹുസൈൻ മടവൂരിന്റെ പ്രസംഗത്തിൽ കേട്ടു, അതല്ലെങ്കിൽ അബ്ദുൽ കരീം ഹാഫിൽ അബ്ദുൽ കരീം ഖാസിമിയുടെ പ്രസംഗത്തിൽ കേട്ടു. പറഞ്ഞോളൂ. ഇതില് കേരളത്തിലെ പണ്ഡിതന്മാര് മാത്രമല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്, അത് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. കാര്യം കേരളത്തിലെ കുറച്ച് പണ്ഡിതന്മാര് പറയുന്നത് ചിലപ്പോ എന്താ പറയാ, എനിക്ക് അതിനെ കുറിച്ച് അഭിപ്രായമല്ല. കാര്യം ഞാൻ അവരാരും പറഞ്ഞ് പിന്തുടരുന്നില്ല, അവരാരെയും കാര്യങ്ങളും ഇതാക്കുന്നില്ല. ഞാൻ പറയുന്നത് സെലഫിസാണ്. അതിന് വ്യക്തമായ കിതാബ്, അതായത് ഹിജ്റ 300, 200 താബികളുടെ കാലത്തെല്ലാം ജീവിച്ചിരുന്ന മഹാപണ്ഡിതന്മാര് രചിച്ച കിതാബിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പോ അതിന് എനിക്ക് മനസ്സിലായതാണ് ഈ പറഞ്ഞ വദ്, സുവാഹ് എന്നീ പറയുന്ന ആളുകളോട് സഹായം തേടിയതിന് അതേ സമാനമായ കാര്യമാണ് ഇന്ന് സമൂഹത്തിൽ നിലനിൽക്കുന്നത്. അത് ഞാൻ സൂചിപ്പിച്ചു എന്നുള്ളൂ. മോനെ ഇടയ്ക്ക് ഒരു ചോദ്യം ഞാൻ ചോദിക്കാം. നിങ്ങളിപ്പോ ചോദിച്ച ചോദ്യത്തിന് വളരെ കൃത്യമായ മറുപടി ഇവിടെ സദസ്സ് മുഴുവൻ മനസ്സിലാക്കി. ഇപ്പൊ നിങ്ങൾ പറയാ, ഞങ്ങള് ഹിജ്റ 300 മുമ്പുള്ള കിതാബാണ്, നിങ്ങൾ ഹിജ്റ 300 ശേഷമുള്ള 300 ശേഷമുള്ള ഒരു കിതാബ് ഇവിടെ വായിച്ചിട്ടില്ല. ഏത് കിതാബാ വായിച്ചത് പറഞ്ഞു. ഹിജ്റ 300 ശേഷമുള്ള ഏത് കിതാബാണ് ഇവിടെ MT അബൂബക്കർ ദാരിമി നിങ്ങൾക്ക് ഉത്തരമായിട്ട് ഇപ്പൊ തന്നത്? അതൊന്ന് പറഞ്ഞേ. ഹിജ്റ 300 ശേഷമുള്ള, ഇപ്പൊ മൂപ്പര് പറഞ്ഞ കേരളത്തിലെ മുസ്ലിംമാർ മാത്രം പറഞ്ഞാൽ പോരാ, ഞങ്ങൾ പുറത്തുള്ള ആളുകളൊക്കെ അവലോകനം ചെയ്യുന്ന ആളുകളാണ്, ഞങ്ങൾ ഹിജ്റ 300 മുമ്പുള്ള ആളുകളാണ്. അപ്പൊ പറയുമ്പോൾ തോന്നുക ഹിജ്റ 300 ശേഷമുള്ള എന്തോ തെളിവായിപ്പം കൊടുത്തത്. ഹിജ്റ 300 ശേഷമുള്ള ഏത് കിതാബാണ് നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ഈ വദ് സുആയിനെ വിളിക്കുന്നതിനെ പറ്റി അദ്ദേഹം പറഞ്ഞത്? അതൊന്ന് പറഞ്ഞു. സഹായം തേടുന്നതിനെ കുറിച്ചൊരു ഹദീസ് നമ്മളോട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പൊന്നു മോനെ അത് മാറ്റി അത് വിട്ടു. അതിന്റെ അടുത്ത് ഒരു ചുക്കും പൊന്നു മോന്റെ അടുത്ത് ഇല്ല എന്ന് പറഞ്ഞ് വിട്ടു. നിങ്ങൾ എല്ലാ കോട്ടയും പൊട്ടിച്ച് തകർത്തടിച്ചു കഴിഞ്ഞു. ഇപ്പൊ നിങ്ങൾ പുതിയൊരു ചോദ്യം ചോദിച്ചത്, മരിച്ച ആളോട് സഹായം തേടാൻ പറ്റുമോ, മരിച്ച ആളോട് പ്രാർത്ഥിക്കാൻ പറ്റുമോ നിങ്ങൾ ചോദിച്ചു. അപ്പൊ അതിന് ഞങ്ങൾ പറഞ്ഞു, മരിച്ച ആളുകളോട് സഹായം തേടൽ ശിർക്കാണെന്ന് ഖുർആനിൽ A to Z എവിടെയില്ല. അപ്പൊ നിങ്ങൾ പറഞ്ഞു വദ് സുവാഇനെ വിളിച്ചവരെ
അവരോട് പ്രാർത്ഥന നടത്തിയവരെ ശിർക്കാണെന്ന് ഖുർആൻ പറഞ്ഞത് തന്നെ പോരെ? അതിന് കൃത്യമായ മറുപടി പറഞ്ഞു. വദ്ദ് സുവാഇ എന്ന് പറയുന്ന ബിംബങ്ങളെ പ്രാർത്ഥിച്ച് ആരാധിച്ചതിനെ സംബന്ധിച്ചാണ് പറഞ്ഞത്. മറിച്ച് ആ ബിംബങ്ങളുടെ പ്രതീകങ്ങളായ മഹാന്മാരെ വിളിച്ചതുകൊണ്ട് ഇസ്ലാമെന്ന് പുറത്തു പോകും ശിർക്കാകുമെന്ന് ഖുർആനിൽ എവിടെയും പറഞ്ഞിട്ടില്ല എന്നാ പറഞ്ഞത്. അവിടെ ഒരു 300 ശേഷമുള്ള കിതാബും വായിച്ചിട്ടില്ല. ഏതാണ് വായിച്ചത് അത് പറ. ഇതാണ് ചോദ്യോത്തരം. അത് എന്താ പൊന്നെ, അത് കഴിഞ്ഞു. യാ ഇബാദല്ല ഇവിടെ വിഷയം. പറയട്ടെ ഞാൻ ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്യട്ടെ. അതായത് യാ ഇബാദ ഈനുള്ള ഹദീസിനെ സത്യപ്പെടുത്താൻ വേണ്ടിട്ട് നമ്മൾ അല്ലാബാനി ഈ പണ്ഡിതന്മാരെല്ലാം 300 ശേഷം രചിച്ചു. യാ ഇബാദ എല്ലാ ചോദ്യം ഒന്നും കൂടി കേട്ടോളൂ. എന്റെ സുഹൃത്ത് നിങ്ങളെ ഉണ്ടല്ലോ ലോകം മുഴുവനും വിലയിരുത്തുന്നുണ്ട്. മോനൊരു സെലഫി പ്രസ്ഥാനത്തിന്റെ പ്രതീകമായിട്ട് ഇവിടെ നിൽക്കുന്നത്. ലോകം മുഴുവനും സെലഫികളെ വിലയിരുത്തുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. നിങ്ങൾ ഇവിടെ ചോദിച്ച ചോദ്യം മഹാന്മാരെ വിളിച്ചിട്ട് മരിച്ചുപോയ ആളുകളെ വിളിച്ച് തേടാൻ പറ്റുമോ? തേടൽ ശിർക്കാണെന്നതിന് ഒരു തെളിവും ഖുർആനിൽ എവിടെയും ഞങ്ങൾ ആരും ഇതുവരെ കണ്ടിട്ടില്ല. ഉണ്ടെങ്കിൽ പറയൂ. അൽ-ഇസ്ലാഹ് തെളിവ് സഹിതം പറഞ്ഞു. അപ്പൊ നിങ്ങൾ അതിന് മറു ഉദ്ധരിച്ച തെളിവ് യായിബാദുള്ള കഴിഞ്ഞത് വേറെ ചോദ്യമാണ്. എന്താ നിങ്ങൾക്ക് മനസ്സിലായി? നിങ്ങൾ ചോദിച്ച ചോദ്യം നിങ്ങൾക്ക് തന്നെ മനസ്സിലായില്ല. നിങ്ങൾ പറഞ്ഞു വദ്ദ് സുവാഇനെ വിളിച്ചത് ശിർക്കായല്ലോ. അതിന് കൃത്യമായ മറുപടി തരികയാണ്. വദ്ദ് സുവാഇ എന്ന ബിംബങ്ങളെ ആരാധിച്ചത് കൊണ്ടാണ് പൊന്നുമോനെ അത് ശിർക്കായത്. വദ്ദ് സുവാഇ എന്ന് പറയുന്ന ബിംബങ്ങളുടെ പ്രതീകങ്ങളായ മഹാന്മാരെ വിളിച്ചത് കൊണ്ട് ശിർക്കാണെന്ന് ഖുർആനിൽ എവിടെയുമില്ല എന്ന് പറഞ്ഞെടുത്ത് ഹിജ്റ 300 ശേഷമുള്ള കിതാബ് എവിടെയില്ല. ഹിജ്റ ആദ്യത്തിലുള്ള ഖുർആനാ തെളിവ് പറഞ്ഞത്. മനസ്സിലാകണ്ട പൊന്നോനിക്ക്? ഒന്ന് കൊടുത്ത മൈക്ക്. എന്റെ പൊന്നുമോനെ ആ ഹദീസടെ കഴിഞ്ഞത് പുതിയ വിഷയമാണ്. മരണപ്പെട്ടുപോയ മഹാന്മാരെ വിളിക്കുന്നതിനുള്ള തെളിവ് ഖുർആനിൽ നിന്ന് പറയുന്നു. ആ ഹദീസ് അവിടെ മാറ്റിവെക്കൂ. എന്നിട്ട് പറയാണ് വദ്ദ് സുവാഇന്റെ പ്രതീകങ്ങളായ മഹാന്മാരെ അവരെ വിളിച്ചു തേടിയത് കൊണ്ട് ശിർക്കാണെന്ന് പറഞ്ഞ ഒരായത്തോട് ആ ആയത്തിൽ ഓതിയാൽ മതി. വദ്ദ് സുവാ ആകുന്ന ബിംബങ്ങളെ ആരാധിച്ചത് കൊണ്ട് ശിർക്കായി എന്ന് ഖുർആനിലുണ്ട്. ആരാധനയാകുന്ന പ്രാർത്ഥന ദൈവമാണെന്ന് വിശ്വസിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന, ഇലാഹാണെന്ന് വിശ്വസിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന. നേരെ മറിച്ച് അത് മഹാന്മാരുടെ പ്രതീകങ്ങളാണെന്ന് പറഞ്ഞല്ലോ. ആ മഹാന്മാരെ വിളിച്ചത് കൊണ്ട് അവരോട് സഹായം തേടിയത് കൊണ്ട് ശിർക്കായി എന്ന് ഏത് ആയത്തിൽ? ആ ആയത്തിൽ ഓതിയങ്ങള്. എന്നിട്ട് ഹിജ്റ 300 തഫ്സീറല്ലേ വന്നിട്ട് പിന്നെ വായിക്കാം. ആ ആയത്തിൽ ഓതിയ ഞാൻ ആയത്തിന്റെ മലയാളം പറഞ്ഞ മൗലികായത്ത് മനസ്സിലാവും. ആയത്ത് പറയും. എല്ലാവരും കേട്ടോളൂ. എന്താണ് ഇവിടെ ഓതാൻ പോകുന്ന ആയത്ത് എന്ന് പറയും. ആയത്തിന്റെ മലയാളം ഓതാൻ പോണത്. അറബി നമുക്ക് ഉണ്ടാക്കാം. എന്താണ് ഓതാൻ പോണെന്ന് അറിയോ? വദ്ദ് സുവാഇന്റെ പ്രതീകങ്ങളായ മഹാന്മാരെ. വദ്ദ് സുവാഇ എന്നത് ബിംബങ്ങളായിരുന്നു. ഈ ബിംബങ്ങൾ മഹാന്മാരുടെ പ്രതീകങ്ങളായി ഉണ്ടാക്കിയ ബിംബങ്ങളായിരുന്നു. ആ ബിംബങ്ങളെ അവർ ആരാധിച്ചു. ആരാധനയുടെ ഭാഗമായ ഇലാഹുകളാണെന്ന് വിശ്വസിച്ചുകൊണ്ടുള്ള സഹായാർത്ഥന നടത്തി. അതുകൊണ്ട് അവർ മുശ്രിക്കായി. ഓക്കെ, ഇത് നമ്മൾ അംഗീകരിച്ചതാണ്. അത് ഖുർആനിൽ പറഞ്ഞതാണ്. നേരെ മറിച്ച് ആ വദ്ദ് സുവാഇന്റെ പ്രതീകങ്ങളായ മഹാന്മാരെ അവരോട് ഇലാഹാണെന്ന വിശ്വാസമില്ലാതെ, അവരെ ദൈവങ്ങളാക്കാതെ, അവരുടെ അടിമകളാണെന്ന വിശ്വാസത്തോടെയല്ലാതെ അവരോട് സഹായം തേടിയത് ശിർക്കാണ് എന്ന ആയത്തിന്റെ മലയാളാണ് ഇനി നമ്മുടെ സുഹൃത്ത് പറയാൻ പോണത്. എല്ലാവരും കേട്ടോളൂ. കൃത്യമാണ് അറബി കണ്ടുപിടിക്കണം. കേട്ടോളൂ, പറയണം, കൃത്യമായി ഓതണം. പറയും ഒന്ന് പറയണം. സമയം പോവാണ്. ഒന്ന് പറയണം. ഇല്ലെങ്കിൽ അടുത്ത ആൾക്ക് മൈക്ക് കൊടുക്കുക. മുഹിയുദ്ദീൻ മാലന്റെ ഉള്ളിൽ നിന്ന് ഒരൊറ്റ ചോദ്യം വന്നില്ലല്ലോ. ഞങ്ങൾ വരാനൊക്കെ പറഞ്ഞ മുജാഹിദുകൾ എവിടെ? മുഹിയുദ്ദീൻ മാലന്റെ ഉള്ളിൽ നിന്ന് ഒരൊറ്റ ചോദ്യം വന്നില്ലല്ലോ. അവർ ആരെ വിളിച്ചാണോ സഹായം തേടുന്നത് അവർക്ക് ഒരു ഈച്ചയെ പോലും സൃഷ്ടിക്കാൻ കഴിയില്ല. അവർ വ്യക്തമായ ഊഹത്തെ മാത്രമാണ് പിന്തുടരുന്നത്. അവർ എത്രയോ വഴിവെളിച്ചതിനെയാണ് പിന്തുടരുന്നത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു ആയത്ത് ഖുർആനിലില്ല. അവരാരെയാണ് വിളിച്ച് സഹായം തേടുന്നത് എന്ന് പറഞ്ഞ് നിങ്ങൾ തുടങ്ങി ആ സഹായം തേടുക എന്ന് പറഞ്ഞ അങ്ങനെ ഒരു ആയത്ത് ഖുർആനിലില്ല. ഇൻഷാ അല്ലാഹ് മാർച്ച് 2 മണ്ണാർക്കാട് ഉണ്ട് എന്ന് പറഞ്ഞല്ലോ.
ഇൻഷാ അല്ലാഹ് ഞാനും വന്ന ആയത്തിന്റെ അറബി അദ്ദേഹം പറഞ്ഞ മലയാളത്തിന്റെ ആയത്തെ പറയാം. ഇതാണ് ഈ കോട്ടിമാറ്റൽ എന്ന് പറയുന്നത്. സകല മുജാഹിദുകളും ഖുർആനിനെ പച്ചയായി കൃത്രിമമായി ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പറഞ്ഞ ആയത്തെ ഏതാ അറിയോ? സഹായം ചോദിക്കുന്ന ആളുകൾ, അങ്ങനെ ഒരു ആയത്ത് ഖുർആനിൽ ഇല്ലേ ഇല്ല. ഈ പച്ചക്കള്ളം കവല തോറും പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കാം. ഞാൻ ഇന്ന് അസറിന് ശേഷം ബഹുമാനപ്പെട്ട മുജീബ് ഫൈസി പുത്തരങ്ങാടി സിറാത്തെ മുസ്തഖീം എന്ന് പറഞ്ഞ ഹുസൈൻ സലഫിന്റെ കാസറ്റ് കേൾക്കണം എന്ന് പറഞ്ഞാൽ എന്റെ അടുത്ത് കൊണ്ടുവന്നു. ഞാനത് ഇരുന്ന് കേട്ടു. ഈ പച്ച നുണ തന്നെ അയാളും പറയുന്നു. തളിപ്പറമ്പല്ല, കാസർഗോഡ് ജില്ലയിലുള്ള ഉപ്പളയിൽ വെച്ചുകൊണ്ട് ഈ പച്ച നുണ പൊതുജനത്തോട് മലയാളത്തിൽ പറയാം. എന്താ ഖുർആനിലുള്ളത്? ഖുർആൻ പറയാ, യാ അയ്യുഹന്നാസ് ضرب مثل فاستمعوا له إن الذين تدعون من دون الله لن يخلقوا ذبابا. അല്ലയോ മനുഷ്യരെ, നിങ്ങൾക്കൊരു ഉപമ വിവരിച്ചു തരാം. ഫസ്തമിഊ ലഹു, അത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണേ. ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹനെ കൂടാതെ പ്രാർത്ഥിക്കപ്പെടുന്നവർ ദുആയിന് സഹായം ചോദിക്കാൻ അർത്ഥം എവിടുന്ന് കിട്ടിയ പരിഭാഷ? ആരാ അത് പഠിപ്പിച്ചത്? നിങ്ങളൊന്ന് മലയാളം പറയാൻ ഖുർആനിലുണ്ട് എന്ന് പറയല. അള്ളാഹുവിന്റെ കലാമിന്റെ മലയാളം നിങ്ങൾ പറഞ്ഞത്. നിങ്ങളെ പരിഭാഷക്കനുസരിച്ച് ഇനി അള്ള കലാം ഉണ്ടാക്കേണ്ടി വരും. എന്തായി പറയുന്നത്? ഇതിന്റെ ഗൗരവം നമ്മൾ പരലോകത്തെ കുറിച്ച് ആലോചിക്കണ്ടേ? മരിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ചിന്തിക്കണ്ടേ? ഖബർ ജീവിതത്തെ കുറിച്ച് ആലോചിക്കണ്ടേ? അള്ളാഹുവിന്റെ ഖുർആനിൽ പറയാത്തൊരു സംഗതി അള്ളാഹിന്റെ പേരിൽ പറയുമ്പോൾ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് ആലോചിക്കണ്ടേ? എന്താ ഖുർആനിൽ അങ്ങനെ ഒരു ആയത്തുണ്ടോ? അള്ളാഹിനെ പുറമെ സഹായം ചോദിക്കുന്നവർ എന്ന് പറഞ്ഞൊരു ആയത്ത് ഖുർആനിലുണ്ടോ? ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹ് ലൻ യഖ്ലുഖൂ ദുബാബാ. നിങ്ങൾ അള്ളാഹിനെ പുറമെ ദുആ ചെയ്യുന്ന, ദുആർക്കുന്നവർ, പ്രാർത്ഥിക്കുന്നവർ, റബ്ബെന്ന വിശ്വാസത്തിൽ അപേക്ഷ സമർപ്പിക്കുന്നവർ, അവരൊരു ഇച്ഛയെയും പടക്കുന്നില്ല. അപ്പൊ അവിടുത്തെ വിഷയം ഇബാദത്താണ്, ആരാധനയാണ്. ആരാധനയുടെ മുഖ്യ ഘടകമായ പ്രാർത്ഥനയാണ്. ഒരിക്കലും സഹായത്തേട്ടം എന്നല്ല. നിങ്ങളത് ഖുർആനിന്റെ പേരിൽ മലയാളത്തിൽ പറഞ്ഞതിന്റെ ഗൗരവം നിങ്ങൾ ആലോചിക്കണം. അതിന്റെ ഭവിഷ്യത്ത് ചിന്തിക്കണം. പരലോകം ആലോചിക്കണം. നാളെ അള്ളാന്റെ കോർട്ടിൽ വരാനുണ്ടെന്നുള്ള ചിന്ത വേണം. എന്തേലുമൊക്കെ പറയല സുഹൃത്തെ, അങ്ങനെ ആയത്ത് ഖുർആനിലില്ല. മനസ്സിലായില്ലേ? ഖുർആനിൽ ഈ പറഞ്ഞ ഇത്തരത്തിലുള്ള ആയത്തുകളൊക്കെ പറഞ്ഞാൽ ബിംബങ്ങളെ ആരാധിച്ചിരുന്ന ആളുകളുടെ പൊട്ടത്തരം വിശദീകരിക്കാം. അള്ളാഹു പറയുന്നുണ്ട്, അവയ്ക്ക്, നിങ്ങൾ ആരാധിക്കുന്ന അവയ്ക്ക് നടക്കുന്ന കാലുകളുണ്ടോ, ചലിക്കുന്ന കൈകളുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ ഈ ബിംബങ്ങളുടെ നിർജീവാവസ്ഥയെ അതിനെ വ്യക്തമാക്കാൻ വേണ്ടി അത് വെച്ചുകൊണ്ട് അവരുടെ പൊട്ടത്തരത്തെ അള്ളാഹു തആല വിളംബരമാണ്. നിങ്ങൾ ഈ പറഞ്ഞ അർത്ഥത്തിലുള്ള ഒരു ആയത്ത് ഖുർആനിലില്ല. അത് നിങ്ങൾക്ക് ചൊല്ലിപ്പഠിപ്പിച്ചെന്ന മൗലവിയുടെ പേരൊന്ന് പറയൂ. നിങ്ങൾക്ക് ഏതായാലും ഖുർആൻ നോക്കിയിട്ട് അർത്ഥം വെക്കാൻ വയ്ക്കൂല, അത് ഞങ്ങൾക്കറിയാം. അത് നിങ്ങൾ ഒന്നാമത്തെ ചോദ്യത്തിൽ തന്നെ മനസ്സിലായിട്ട്. കാരണം ശിഫായത്ത് എന്നാണ് പറഞ്ഞത്. പക്ഷെ നിങ്ങളുടെ അതൊക്കെ പറഞ്ഞെന്ന മൗലവി ആരാണ്? ഒന്ന് പറഞ്ഞാൽ വളരെ ഈ സദസ്സിന് വളരെ റാഹത്താവും. ഇല്ല മൗലവി, ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് ഈ ശുപാർശ ചെയ്യല് നമ്മള് മീഡിയേറ്ററിന് ശുപാർശക്ക് അവിടെ നിൽക്കട്ടെ. ഈ ആയത്ത് ഇങ്ങനൊരു ആയത്ത് നിങ്ങൾ പറഞ്ഞാരാ? അല്ലല്ല, അങ്ങനെ ഈ സൈക്ലിക് ആക്ഷൻ ഉണ്ടല്ലോ, അതായത് ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞ് മൂക്കുടിച്ചാണല്ലോ, നടക്കില്ല. അല്ലല്ല, ഷഫാഅത്തിന്റെ കാര്യമൊക്കെ വളരെ വ്യക്തമായിട്ട് നിങ്ങൾ ഒന്നാമത്തെ ചോദ്യം തന്നെ പറഞ്ഞു. ഷഫാഅത്ത് അല്ലാഹുവിന്റെ സിഫത്താന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? അതിന് നിങ്ങൾക്ക് മറുപടിയില്ല. ഷഫാഅത്തിന്റെ മലയാളം എന്താ? അതറിയില്ല. ശുപാർശ എന്ന് പറഞ്ഞാൽ ഒരാൾ മറ്റൊരാൾ സഹായം ചോദിക്കലാന്നൊരു നിർവചനങ്ങൾ പറഞ്ഞു. അപ്പൊ അത് പറഞ്ഞു അങ്ങനെ ഒന്നില്ല. ശുപാർശയിൽ ചുരുങ്ങിയത് 3 കണ്ണികളുണ്ടാവും നിങ്ങൾ പറഞ്ഞു. അതിന്റെ ഇബാറത്ത് തഫ്സീർ റാസി ഞങ്ങൾ വായിച്ചു. ശഫാഅത്ത് റസൂലിനോട് അപേക്ഷ ബഹുമാനപ്പെട്ട സവാദ് ബിൻ ഖാരിബ് റളിയല്ലാഹു അൻഹു സ്വഹാബിയുടെ സംഭവം ഇബ്നു കസീറിൽ ഞാൻ ഉദ്ധരിച്ചു. ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്തതാണത്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹിനോട് ഇന്നി സഅൽതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യശ്ഫഅ ലീ,
ഞാൻ റസൂലുള്ളാഹിനോട് എനിക്ക് ശുപാർശ ചെയ്യാൻ വേണ്ടി ഞാൻ ചോദിച്ചു എന്ന് പറയുന്ന ഇമാം തുർമുദിയുടെ ഹദീസ് ഞങ്ങൾ പറഞ്ഞു. യാ ഇബാദുല്ലാഹ് ഈനൂനി എന്നുള്ളതിന്റെ അതിന്റെ പ്രാമാണികത ഞങ്ങൾ വിശദീകരിച്ചു. അത് 300-ന് മുമ്പുള്ള ഇമാമിയങ്ങൾ വരെ അത് സഹീഹാണെന്ന് മനസ്സിലാക്കി അമല് ചെയ്തതാണെന്ന് മുജാഹിദുകൾ തന്നെ എഴുതി വെച്ച് ഞങ്ങൾ പറഞ്ഞു. മിഞ്ചിൽ ഖലായിക്കല്ല മുഞ്ചിൽ ഖലായിക്ക്, പടപ്പുകളുടെ രക്ഷകൻ എന്ന് മങ്കൂസ് മൗലിദിലുള്ള അതേ പ്രയോഗം മുജാഹിദിന്റെ അപ്പോസ്തലൻ പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞു. മുഹമ്മദ് നബി ശഫാഅത്ത് ചെയ്യുന്ന ആശ്വാസപ്രദൻ തന്നെ എന്ന് പറഞ്ഞത് ഞങ്ങൾ ഇവിടെ വായിച്ചു, മുജാഹിദിന്റെ അപ്പോസ്തലൻ പറഞ്ഞത്. ഇനി മുഹമ്മദ് നബി ലോകത്തിന്റെ കാരണക്കാരൻ ഞങ്ങൾ വായിക്കാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് സുഹൃത്തെ, ഇനി ആ ശഫാഅത്തിന്റെ ചോദ്യം ചോദിക്കാൻ പറ്റും. ഈ വിഷയത്തിൽ വല്ലതും ചോദിക്കാണെങ്കിൽ മാത്രം ചോദിക്കാൻ. നിങ്ങൾ മണ്ണാർക്കാട് നാളെ 2-ാം തീയതി മണ്ണാർക്കാട് വന്നോളൂ, കുഴപ്പമില്ല, അടുത്താക്കി ചോദിക്കാം. അപ്പൊ നിങ്ങൾ ഓതിയ ആയത്തുണ്ടല്ലോ, സൂറത്ത് ഹജ്ജിന്റെ 22-ാമത്തെ വചനത്തിന്റെ മലയാളം അല്ല, അത് തെറ്റാണ്. നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. അത് മുജാഹിദ് നിങ്ങളെ പറ്റിച്ചത്. നിങ്ങൾ കേട്ടോളൂ. ഞാൻ 2 തഫ്സീർ ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹി ലൻ യഖ്ലുഖൂ ദുബാബൻ വലം യജ്തമഊ ലഹു എന്ന് തുടങ്ങുന്ന എന്ന ആയത്തിന്റെ ആ തദ്ഊന എന്ന് പറഞ്ഞ വിളിക്കല് എന്നല്ല അർത്ഥം. പൊന്നുമോന് കേട്ടോളൂ. തഫ്സീർ ഇബ്നു കസീർ പറയാൻ ഐ ലവിജ്തമഅ ജമീഉ മാ തഅബുദൂന മിൻ ദൂനില്ലാഹ് മിനൽ അസ്നാം വൽ അന്ദാദ്. അല്ലാഹുവിന് പുറമെ നിങ്ങൾ ആരാധിക്കുന്ന, കേൾക്കൂ സഹോദരൻ കേൾക്കൂ, നിങ്ങൾക്കാ പറഞ്ഞിരുന്നത്. തദ്ഊന എന്ന് പറഞ്ഞ ഉസൈ സലഫികളെ പറ്റിച്ചു, മുജാഹിദുകൾ നിങ്ങളെ പറ്റിച്ചു. വിളിക്കാന്നല്ല അർത്ഥം, തഅബുദൂന. ഇനി കേട്ടോളൂ, ജലാലീനി തഫ്സീർ ജലാലീനി എന്താണ് ആയത്തിന്റെ അർത്ഥം? തദ്ഊന എന്ന് പറഞ്ഞാൽ വഹുവ ഇന്നല്ലദീന തദ്ഊന തഅബുദൂന മിൻ ദൂനില്ലാഹി ഐ ഗൈരിഹി വഹുമൽ അസ്നാം. തഅബുദൂന ആരാധിക്കുക എന്ന അർത്ഥം. പൊന്നുമോന് വഞ്ചിക്കപ്പെട്ടതിന്റെ പോയിന്റ് അവിടെയാണ്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിലേക്ക്, സത്യമാർഗത്തിലേക്ക് ഹിദായത്താവാൻ ആഗ്രഹിക്കുന്ന പൊന്നുമോനോട് ഇവിടെ മൊഹീദ്ദീൻ ശൈഖിന്റെ പേരിൽ ഒരുമിച്ച് കൂട്ടിയ ആ മഹാനരുടെ മദദ് കൊണ്ടെങ്കിലും നിങ്ങൾ മലർന്നു കിടന്ന് രാത്രി ചിന്തിക്കും. ഓരോന്നിനും കൊട്ടക്കണക്കിന് ശരീഹായ തെളിവുകൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നിങ്ങളുടെ മനസ്സിന് നാളെ അത് മാറ്റത്തിന്റെ ഒരു ചിന്തയായി വരണം. നിങ്ങൾ പറഞ്ഞു ഓരോന്നും തെറ്റാണ്, ഓരോ ആശയങ്ങളും തെറ്റാണ്. അതുകൊണ്ട് പൊന്നുമോൻ ഏതെങ്കിലും ഒരു സുന്നത്ത് ജമാഅത്തിന് ഉസ്താദിനെ കണ്ട് ശരിക്കും പഠിച്ചാൽ ഈ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കും എന്ന് മാത്രം പറഞ്ഞ് തൽക്കാലം ഇവിടുന്ന് ഒരുപാട് സമയം വൈകിയിട്ടുണ്ട്. ഇന്നല്ലദീന തദ്ഊന എന്ന് നിങ്ങൾ അർത്ഥം പറഞ്ഞ ആ ആയത്തിൽ ആ അർത്ഥവും അങ്ങനെ അർത്ഥത്തിലുള്ള ഒരു ആയത്തും ഇല്ല എന്ന് വളരെ കൃത്യമായ സദസ്സിനൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇനി മോനിക്ക് എന്തെങ്കിലും ആ ആയത്തിനെ പറ്റി മാത്രം പറയാനുണ്ടെങ്കിൽ പറയാം. ഇനി ശിഫായത്ത് മുഞ്ചി മിഞ്ചി പറയരുത്. അതിനെപ്പറ്റി നിങ്ങൾ പറയാനുണ്ട് പറയും. കൊടുക്കുമോനെ ആയത്തിന്റെ തഫ്സീറാണ് ഈ പറയുന്ന. എന്താ 2 ഞാൻ വായിച്ചു. ഇനി 10 വേണം വേറെ. തദ്ഊന എന്ന് പറഞ്ഞാൽ തഅബുദൂന എന്നാണ്. പ്രാർത്ഥിക്കുക, വിളിക്കുക എന്നല്ല, ആരാധിക്കുക, പ്രാർത്ഥിക്കുക എന്നാണ്. വിളിയും പ്രാർത്ഥനയും 2. പറ. ആ വിളി തന്നെയാണ് എന്ത്? വിളി പ്രാർത്ഥനയാ. മോനെ എന്ന് വിളിച്ചോ, അത് വിളി പ്രാർത്ഥനയാ. മോനെ എന്ന് ഞാൻ വിളിച്ചു, ഇത് വിളിയാ. ഉമ്മ എന്ന് വിളിച്ചത് വിളിയാ. അതല്ല, നമ്മള് ഒരു സഹായം ചോദിച്ച് ഒരാളെ വിളിക്കുന്നത് അത് പ്രാർത്ഥനയല്ലേ? സഹായം ചോദിച്ചു വിളിച്ചു, മോനെ 1 ഗ്ലാസ് വെള്ളയും കോട്ടെ, അത് സഹായം ചോദിച്ചു വിളിയാ, അത് പ്രാർത്ഥനയാ. ഇത് അങ്ങനെയല്ലേ പറയുന്നത്? അപ്പൊ ഓരോന്നിനും മാറണം. വിളി എന്നത് പ്രാർത്ഥനയാന്ന് പറഞ്ഞ് പൊട്ടത്തെറ്റ്, സഹായം ചോദിച്ച് വിളിക്കാന്ന് പറഞ്ഞാൽ അത് പ്രാർത്ഥനയാന്നുള്ള പൊട്ടത്തെറ്റ്. അങ്ങനെ ഓരോന്നിങ്ങനെ കൂട്ടിക്കൊഴിച്ച് വരികയാണ്. അതല്ല ആ വിളി. മുഫസ്സിറുകൾ പറയുന്നു, ഞാനും താങ്കളും അവിടെ മാറി നിൽക്കട്ടെ, MT അബൂബക്കർ ദാരിമിയും അവിടെ മാറി നിൽക്കട്ടെ. മുഫസ്സിറുകൾ പറയുന്നു തദ്ഊന എന്ന് നിങ്ങൾ ആ ആയത്തിന് കൊടുത്ത വിളിയല്ല, തഅബുദൂന ആരാധിക്കലാണത്. ആരാധനയാകുന്നത് ഇലാഹാണെന്ന് വിശ്വസിക്കുമ്പോഴാണ്. അടിമ ഉടമനെ വിളിക്കുമ്പോഴാണ്. സഹായം തേടിച്ച് വിളിയല്ല. പൊന്നുമോനെ നീ തിരുത്ത്, എന്താ മനസ്സിലാകാത്തത്? തൊലബുൽ അബ്ദി, അടിമ തേടുക, മിർ റബ്ബിഹി, റബ്ബെന്ന് തേടുക. സഹായം ആവശ്യപ്പെട്ട് തേടലല്ല, വിളിയല്ല. സഹായം വിചാരിച്ച് വിളിയല്ല, കാണാത്ത വിളിയല്ല, മറക്കപ്പുറത്തെ വിളിയല്ല, ജിന്നിനെ വിളിയല്ല, മറിച്ച് ആരാധിക്കൽ. എങ്ങനെയാണ് ആരാധിക്കൽ? ഇലാഹാണെന്ന് വിശ്വസിക്കൽ. ആ വിശ്വസിച്ച് വിളിക്കുന്ന വിളി, അതാണ് ആരാധന. അതാണ് പൊന്നുമോ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു തആല സഹോദരന് ഹിദായത്ത് നൽകുമാറാവട്ടെ.
ഇത്ര നേരം നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ഊർജവും മൈക്കും ഒക്കെ ചെലവാക്കി നിങ്ങളുടെ ഈ നിലവാരം കുറഞ്ഞ ചോദ്യം മാറ്റാൻ വേണ്ടി ആളുകൾ ആവശ്യപ്പെട്ടിട്ട് ഞങ്ങൾ അവരെ മാറ്റി നിർത്തി നിങ്ങൾക്ക് ഇത്രയും പറഞ്ഞു തന്നത് എന്തിനാണെന്നറിയോ? നിങ്ങൾക്ക് ഹിദായത്തിന്റെ വഴി എങ്ങനെയെങ്കിലും കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ടാ ഇത്രയും സൗമ്യമായി പറഞ്ഞു തന്നത്. അതുകൊണ്ട് മോനത് മനസ്സിലാക്കി ശരിക്കും പഠിക്കുക. അപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ മൗലവി പറഞ്ഞ തഫ്സീർ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് അള്ളാഹുവിന്റെ സൃഷ്ടിക്കും ഇടയിലൊരു വേറൊരു വ്യക്തിന്റെ ഇടയിൽ വെച്ച് സഹായം തേടൽ ശിർക്കാണെന്ന് മൗലവി പറഞ്ഞ തഫ്സീറിന് എനിക്ക് മനസ്സിലായി. അത് ഒന്ന് ചിന്തിച്ച് ഒന്ന് പറയാൻ അതിന്റെ വിശദീകരണം മൗലവി പറഞ്ഞ തഫ്സീറിന്റെ ആശയം എന്താന്നുള്ളത് ഒന്ന് ചിന്തിച്ചുകൂടെ? ഈ പറഞ്ഞ തഫ്സീറിന്റെ ആശയമാണല്ലോ വേറെ ഇടയിലൊരു സൃഷ്ടിനെ വെച്ച് പറയുന്നത്. പറഞ്ഞ ആ തഫ്സീറിന്റെ ഇബാറത്ത് എന്ന് പറഞ്ഞാണ് ഇപ്പൊ മൗലവി നിങ്ങൾ പറയും നിങ്ങൾ എന്ത് മനസ്സിലാക്കിയെന്നാ പറയുന്നത്? അല്ല ആ രണ്ട് റാസിന്റെ റാസ് ഇവിടെ വായിച്ചിട്ടില്ല. അല്ല ഇപ്പൊ വായിച്ച രണ്ട് ഏതാണ് വായിച്ചതൊന്നും വായിച്ചത്? അത് പറയും നിങ്ങളല്ലേ വായിച്ചു. അപ്പൊ അതാ ഇത് ഒരു കഥയില്ല. കൊടുക്കും നിങ്ങളുടെ ഈ അവസ്ഥ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. എന്താ അറിയോ? ആ തഫ്സീറിൽ പറഞ്ഞത് എന്താണ്? അള്ളാഹുവിന് പുറമെ ആരാധന സമർപ്പിക്കുന്നവരെ കുറിച്ചാണ് ആയത്തിന്റെ പരാമർശം. അതല്ലാതെ അള്ളാഹുവിന്റെ സൃഷ്ടികളോട് സഹായം തേടുന്നതിനെ കുറിച്ചല്ല എന്നതിനാ തഫ്സീർ വായിച്ചത്. എന്നിട്ട് ഇയാൾ പറയാം ഞാൻ ഇപ്പൊ മനസ്സിലാക്കിയത് അപ്പോ അള്ളാഹിന്റെ നമ്മുടെ ഇടയിൽ ഇങ്ങനെ ശുപാർശകനായിട്ട് സഹായിയായിട്ട് ഒരാളെ വെക്കുന്നത് ശിർക്കാന്നാണ് ആ പറയുന്നത്. അങ്ങനെയാണോ പറഞ്ഞത്? അള്ളാഹു അല്ലാത്ത ഒരാളെ ഇബാദത്ത് ചെയ്യാൻ പാടില്ല. അത് പാടില്ല എന്നുള്ള ജന്മന നമ്മളുടെ ഫിത്രത്ത് സലീമത്ത് കൊണ്ട് നമുക്ക് ഉൾക്കൊണ്ടതും നാം മദ്രസയിൽ പഠിച്ചതും ജീവിതത്തിൽ മരണം വരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും അങ്ങനെ പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നതും അങ്ങനെ മരിക്കണമെന്ന് അഭിലഷിക്കുന്നതുമായ സംഗതിയല്ലേ. എന്നിട്ട് ആ വിഷയം വെച്ചുകൊണ്ട് സഹായത്തേട്ടം പിന്നെ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് എന്ത് തഫ്സീർ അങ്ങനെ പറഞ്ഞത്? നിങ്ങൾക്ക് തഫ്സീർ നോക്കാനുള്ള ക്വാളിഫിക്കേഷൻ ഇല്ല. നിങ്ങൾക്ക് ഖുർആന്റെ ഒരു ആയത്ത് വെച്ചുകൊണ്ടൊരു വിഷയം സംസാരിക്കാനുള്ള ക്വാളിറ്റി ഇല്ല. കാരണം നിങ്ങളെ ചോദ്യം അപ്പുറത്ത് മുജാഹിദ് കേൾക്കുന്നുണ്ട്, ഞങ്ങളെ മറുപടി അവർ ശ്രദ്ധിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഞങ്ങളിത് പറയുന്നത്. അവര് കേട്ടോട്ടെ, കാരണം അവരും ഇതേ ചോദ്യക്കാരാണ്. എല്ലാ മുജാഹിദിന്റെയും മാക്സിമം ക്വാളിറ്റി ഈക്വല. ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞ ഇതേ അവസ്ഥ തന്നെയാണ്, ഇദ്ദേഹത്തിന്റെ ഇതേ അവസ്ഥ തന്നെയാണ് ഹുസൈൻ സലഫിക്കുള്ളത്, അതന്നെയാണ് ടി പി അബ്ദുള്ള കോയ മദനിക്കുള്ളത്, അതന്നെയാണ് ഫൈസലിനും ഉള്ളത്, അതന്നെയാണ് സക്കരിയ സുലായിക്കുള്ളത്. അതിനപ്പുറം ഞങ്ങൾക്ക് ഒന്നുമില്ല. ഇല്ല. അതുകൊണ്ടാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ സുഹൃത്തെ അങ്ങനെ തഫ്സീറിൽ പറഞ്ഞിട്ടില്ല. അതെ അതെ. അതുകൊണ്ട് നിങ്ങളുടെ ഈ ആളുകളുടെ വികാരം അനുസരിച്ച് നിങ്ങളുടെ ചോദ്യത്തിൽ പ്രസക്തി ഇല്ല എന്നുള്ളൊരു ഒരു കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ തൽക്കാലം അവിടെ നിന്നിരിക്കും, ഒന്ന് വിശ്രമിക്കാം. ഇനി അടുത്ത ആളുകൾക്ക് ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അവർക്ക് മാത്രമേ കൊടുത്താൽ. ഇവിടെ സദസ്സിൽ നിന്ന് ഒരു പൊതുവായ ആവശ്യം ഉയർന്നു വന്നിട്ടുണ്ട്. ഞങ്ങളൊക്കെ മൊഹീദ്ദീൻ മാലിനെ പറ്റി പഠിക്കാൻ വന്നതാണ്. ഈ ഒരു നിലവാരമില്ലാത്ത ചോദ്യത്തിന് 1-2 മണിക്കൂറുകൾ കൊടുത്തത് ഞങ്ങൾക്ക് വിഷമമുണ്ട് എന്ന് ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവരോട് പറയും മൊഹീദ്ദീൻ മാലിനെ പറ്റി ആരെങ്കിലും ചോദിക്കാൻ വരൂ. ഇവിടെ നിങ്ങൾ മനസ്സിലായിക്കോളൂ, മൊഹീദ്ദീൻ മാല ഒറ്റക്ക് കവലകളിൽ ഇങ്ങനെ പ്രസംഗിച്ച് നടക്കുന്ന മുജാഹിദുകളുടെ ഉശിർ എവിടെ ഉണ്ട്? ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, ഇത് 4ാമത്തെ മുഖാമുഖം. ഇനി ഒരു 5-8 മുഖാമുഖങ്ങൾ കേരളത്തിന്റെ പല ഭാഗത്തും നടക്കാനുണ്ട്. ഒരൊറ്റ മുജാഹിദ് കുട്ടിയും മൊഹീദ്ദീൻ മാലന്റെ ഒരു വരി തൊടാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. സാധിക്കുകയില്ല ഇലാ യൗമിൽ ഖിയാമ. മൊഹീദ്ദീൻ മാലന്റെ അരവരി തൊടാൻ ഒരൊറ്റ മുജാഹിദ് കുട്ടിക്കും ഇന്ന് വരെ സാധിച്ചിട്ടില്ല. എന്ന് സാധിക്കുകയും അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ട് ഒരു അര ചോദ്യം വരെ മുജാഹിദുകൾ ആരോട് ചോദിച്ചില്ല. പള്ളിയിൽ പോയപ്പോ മുജാഹിദിന്റെ പള്ളിയിൽ ഞങ്ങൾ വരാന്ന് പറഞ്ഞ അയച്ചല്ലേ, അവരെവിടെ? നിങ്ങൾ ഒറ്റയ്ക്ക് ഇങ്ങനെ പ്രസംഗിച്ചു പോക്കാം. ഇപ്പൊ ഈ കോലത്തിലാണ് ഇവർ പ്രസംഗിക്കുന്നത്, മനസ്സിലായല്ലോ. ഇല്ലല്ലതീന തദൂന മിൻ ദൂനില്ല എന്ന ആയത്തോ എന്നിട്ട് വേറെ എന്തോ അർത്ഥം പറയും. അരിയത്തിലെന്ന് വെച്ചാൽ പയറഞ്ഞായത് മറുപടി. ഇപ്പൊ ഞങ്ങളെ മുമ്പിൽ കിട്ടിയപ്പോ മുജാഹിദിന്റെ എല്ലാ ചോദ്യം മൂപ്പർ ചോദിച്ചു. നിങ്ങൾ ആരും നിരാശപ്പെടേണ്ട, നല്ല ഒരു മുജാഹിദിന്റെ പ്രഭാഷണമാണ് ഇവിടെ പോസ്റ്റ്മോർട്ടം ചെയ്യപ്പെട്ടത്. മനോഹരമായിട്ട് മുജാഹിദുകൾ പ്രസംഗിക്കുന്ന പ്രസംഗം മുഴുവനും ഈ സുഹൃത്ത് ഇവിടെ ഉദ്ധരിച്ചു. ഞങ്ങൾ അദ്ദേഹത്തെ ആക്രമിക്കാതെ മറുപടി കൊടുത്തെന്തിനാണെന്നറിയോ? ഇതാണ് മുജാഹിദിന്റെ ചോദ്യങ്ങളും അവരുടെ പ്രസംഗങ്ങളും ആളുകൾക്ക് മനസ്സിലാകാനാണ്. അതുകൊണ്ട് ഒരിക്കൽ കൂടെ ഈ സുന്നി കൈരളിയുടെ ഉരുക്കുകോട്ടയായ പെരിന്തൽമണ്ണയിലെ ഈ ഭൂമികയിൽ വെച്ച് ഞങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കുന്നു, മുഹീദ്ദീൻ മാലയുടെ അരവരി തൊടാൻ ഒരൊറ്റ കുട്ടിക്കും സാധ്യമല്ല.
അത് പരിശുദ്ധമായ തൗഹീദിൽ ഊട്ടിയുറക്കപ്പെട്ട ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയൊക്കെ പറഞ്ഞതുപോലെ ഖുർആൻ പോലുള്ള വളരെ സുബദ്ധമായ സുന്നത്ത് ജമാഅത്തിന്റെ ദലീലാണ്. അത്ഭുതകരമാണ്. മഹാന്മാരുടെ വളരെ വളരെ ഇടപെടലുകൾ നടത്തിയ ഒരാൾക്ക് പോലും ഇടവണ്ണ അലവി മൗലവിയെ പോലുള്ള ഉഗ്രന്മാരെയൊക്കെ മഹാനായ ഇ കെ മുസ്ലിയാറെ പോലുള്ള ഫതി അബ്ദുൽ ഖാദർ മുസ്ലിയാറെ പോലുള്ള മഹാനായ ശംസുൽ ഉലമ ഇ കെ ഉസ്താദിനെ പോലുള്ള ആളുകൾ മുഹീദ്ദീൻ മാലയുടെ വരികൾ വിശദീകരിച്ചുകൊണ്ട് മലർത്തിയടിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പറയുന്നു, ഇനി ആ അലവി മൗലവിന്റെ ഒരു രോമത്തിന് പറ്റുന്ന മുജാഹിദുകൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നിങ്ങൾ വരണം, കാണട്ടെ. മുഹീദ്ദീൻ മാലയൊന്ന് തൊടാൻ സാധ്യമല്ല. എവിടെ പോയി നിങ്ങളുടെ പ്രസംഗത്തിലെ മുഹീദ്ദീൻ മാലയൊക്കെ? ആര് ചോദിക്കാൻ എന്തേ വരാത്തത്? കഅബ തവാഫ് ചെയ്യുന്ന മുഹീദ്ദീൻ മാല നിങ്ങൾ എത്ര പാടാറുണ്ട്, എന്തേ ഇവിടെ വരാത്തത്? എന്തേ നിങ്ങൾ തൊടാത്തത്? എന്തേ നിങ്ങൾ മുഹീദ്ദീൻ മാല വെച്ച് ചോദ്യം ചോദിക്കാത്തത്? വളരെ കൃത്യമായി അറിയാം, മുഹീദ്ദീൻ മാലയിലെ 156 വരികളിൽ ഒരു വരി പോലും വിടുവായിത്തമില്ല. എല്ലാം പ്രമാണ സുബദ്ധമാണെന്ന് വളരെ കൃത്യമായി ഒരിക്കൽ കൂടി പ്രഖ്യാപിച്ചുകൊണ്ട് ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മുഹീദ്ദീൻ മാലിനെ പറ്റി ആരെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഇനിയും സമയം നീട്ടിക്കൊണ്ടുപോകുണ്ടോ? ആരെങ്കിലും ഉണ്ടോ? സുഹൃത്തിനോട് ഇത്രയും സംസാരിച്ച സ്ഥിതിക്ക് പേര് അഡ്രസ് ഒന്ന് പറഞ്ഞു തന്നാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ താല്പര്യമുണ്ട്. ഒന്നും നിങ്ങളെ വേദനിപ്പിക്കാനൊന്നുമല്ല. ഒന്ന് പറഞ്ഞോളൂ. പേര്? സാജിദ്. നാട്? മണ്ണാർക്കാട്. അടക്ക്. നിങ്ങൾ ഏത് മുജാഹിദിന്റെ ആളാ? ഞാൻ ഒരു മുജാഹിദിന്റെ ആളല്ല. അതാ ഈ മുജാഹിദിനെ പറ്റി പണ്ട് ഓത്തുള്ള ലേഖനം എഴുതി, അയ്യോ എന്നെ കോൺഗ്രസ് എന്ന് വിളിക്കല്ലേ എന്ന് കോൺഗ്രസ് ഗ്രൂപ്പായപ്പോൾ അതാ ഇന്ന് മുജാഹിദിന്റെ അവസ്ഥ. ഏത് ഗ്രൂപ്പാന്ന് പറയാൻ നാണക്കേടാ. ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ സമസ്തക്കാരാണ്. മഹാനായ ശംസുൽ ഉലമ സെക്രട്ടറിയായ കന്യത്ത് ഉസ്താദ് പ്രസിഡന്റായ സമസ്തക്കാരാണ്. കേട്ടോളൂ നിങ്ങള്. ഏത് മുജാഹിദാന്ന് മുജാഹിദ് പറയൂല. അൽഹംദുലില്ലാ. പറയാത്തതിൽ വിഷമമൊന്നുമില്ല. പറയോ? എന്നാ പറ. ഒന്നും മനസ്സിലായിട്ടില്ല. കേരളത്തിൽ അങ്ങനെ അഖിലേ ഹദീസ് മുജാഹിദ് എന്ന് പറഞ്ഞൊരു മുജാഹിദ് ഉണ്ടോ? അതിന്റെ പ്രസിഡന്റ് ആരാണ്? അഖിലേ ഹദീസ് എന്ന മുജാഹിദാണ്. അതിന്റെ പ്രസിഡന്റ് ആരാണ്? മുസ്ലിം എന്ന് പറഞ്ഞ ഒരാളുടെ പ്രസിഡന്റ്. ഇപ്പൊ കണ്ടില്ലേ? അയ്യോ എന്നെ കോൺഗ്രസ് എന്ന് വിളിക്കല്ലേ എന്ന ഓത്തുള്ളന്റെ ലേഖനം വളരെ കൃത്യമാണ്. അയ്യോ എന്നെ മുജാഹിദ് എന്ന് വിളിക്കല്ലേ, അത്രയും നാണക്കേടാണ്. അഖിലേ ഹദീസ് പുറത്തുള്ളൊരു പേരാ. അതിന്റെ പ്രസിഡന്റിന്റെ പേര് മുസ്ലിം, അതിന്റെ സെക്രട്ടറിന്റെ പേര് മുഅ്മിൻ എന്നായിരിക്കും അല്ലെ. അതിന്റെ ട്രഷറർ വരുന്ന ഫാത്തിമ. അപ്പൊ ഇതാണ് അവസ്ഥ. അൽഹംദുലില്ലാ, മുഹീദ്ദീൻ മാല ഇവിടെയും തൊട്ടിട്ടില്ല. നാളെ ഒറ്റക്ക് വന്ന് പ്രസംഗിച്ചു പോകരുതെന്ന് ഞങ്ങളുടെ സംസാരം നാനാധിക്കുന്നു ശ്രമിക്കുന്ന മുജാഹിദുകളോട് ആവശ്യപ്പെട്ടുകൊണ്ട് വരുന്ന മാർച്ച് മാസം 12 മുതൽ 15 വരെ ഇർഫാനിയ ഹിദ്രിയ നഗറിൽ നടത്തപ്പെടുന്ന മഹാസമ്മേളനത്തിലേക്ക് നിങ്ങളെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഒരു ഫാത്തിഹ ഇലാ ഹദ്റത്ത് സയ്യിദനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. പ്രിയമുള്ള സഹോദരന്മാരെ, ജലീൽ ഹുദ നടക്കുന്നുണ്ട്. മദ്രസുന്നൂർ പെരിന്തൽമണ്ണ ദാഖിൽ ഖുർആൻ കോളേജിലെ മദ്രസുന്നൂർ അടുത്ത വെള്ളിയാഴ്ച മഗ്‌രിബ് നിസ്കാരാനന്തരം മിഫ്ത് കോളേജിൽ വെച്ച് നടക്കുന്നുണ്ട്. അമ്മിനിക്കാട് കുറ്റിക്കാഞ്ഞ നിരപ്പിലെ തൻവീറുൽ ഇസ്ലാം വാർഷിക സമ്മേളനം ഫെബ്രുവരി 27, 28 തീയതികളിൽ നടക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നന്ദി പറയാൻ വേണ്ടി ദ്വാരക്കാരൻ വേണ്ടി ഇർഫാനെ ക്ഷണിക്കുന്നു. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. അർഹമുർ റഹ്മാനായ റബ്ബേ, ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയതും ഞങ്ങൾ ഇത്ര നേരം പറഞ്ഞതും കേട്ടതും ഇതിനുവേണ്ടി ചെലവഴിച്ച ആരോഗ്യങ്ങളും സമ്പത്തുകളും ഇതിനുവേണ്ടി ചെലവഴിച്ച നിമിഷങ്ങളും എല്ലാം ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ ലോകത്തേക്ക് നിന്റെ മുന്നിലേക്ക് രക്ഷപ്പെടുന്ന ഒരു കവചമായ ഇബാദത്തായി
ഇബാദത്തായി ഞങ്ങളിൽ നിന്ന് ഇവയെ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഈ അമലിന്റെ പ്രതിഫലം കൊണ്ട് ഞങ്ങളെ പാപങ്ങളും ദോഷങ്ങളും കുറ്റങ്ങളും കുറവുകളും ഞങ്ങൾക്ക് നീ പൊറുക്കുകയും മറക്കുകയും മാപ്പ് തരുകയും ചെയ്യണേ തമ്പുരാനെ. അല്ലാഹുവേ, ഈ അമലിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് ഇൽമും ഹിദായത്തും തൗഫീഖും സിഹത്തും ഇഫ്ഫത്തും ആഫിയത്തും വർദ്ധിപ്പിച്ചു തരണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിലേക്കും ഈ മജ്ലിസിന്റെ മിസ്ലു സവാബ് നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജീലാനി ഖദ്ദസല്ലാഹു ശർറഹുൽ അസീസ് തങ്ങളവരുടെ കറാമത്ത് ഞങ്ങൾക്ക് ഏറെയേറെ ഞങ്ങളുടെ ജീവിതത്തിൽ കാണിച്ചു തരുകയും അനുഭവിപ്പിച്ചു തരുകയും ചെയ്യണേ റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ ഖുദ്റത്ത് ശൈഖ് ജീലാനിയിലൂടെ കാണിച്ചതുപോലെ നിന്റെ ഇൽമു കൊണ്ട്, നിന്റെ ഹിദായത്ത് കൊണ്ട്, നിന്റെ ദീനിന്റെ ദഅവത്ത് കൊണ്ട് ഈ പാവപ്പെട്ട ഞങ്ങളിലും നിന്റെ ഖുദ്റത്ത് ഞങ്ങൾക്ക് കാണിച്ചു തരണേ റഹ്മാനെ. അല്ലാഹുവേ, ഇതിനുവേണ്ടി സഹായിച്ച മുഴുവൻ ആളുകളെയും നീ സഹായിക്കണേ റഹ്മാനെ. ഇതിനുവേണ്ടി സമ്പത്ത് ചെലവഴിച്ച് ആരോഗ്യം ചെലവഴിച്ച് ഓടി നടന്ന ഒരുപാട് പ്രവർത്തകരുണ്ട്, നമ്മുടെ സുഹൃത്തുക്കളായ ഒരുപാട് ആളുകൾ. അല്ലാഹുവേ, അർഹിക്കുന്ന പ്രതിഫലം നൽകണേ റഹ്മാനെ. പടച്ചവനെ, പലരും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ട്, അവരുടെ ഖബർ പ്രകാശിപ്പിക്കണേ അല്ലാ. ഞങ്ങളെ പൂർവ്വസൂരികളായ സമസ്തയുടെ നേതാക്കൾ മഹാനായ വരക്കൽ ബാലവി മുല്ലക്കോയ തങ്ങൾ മുതൽ മഹാനായ കണ്ണിയത്ത് ഉസ്താദിലൂടെ, ശംസുൽ ഉലമയിലൂടെ, നാട്ടിക ഉസ്താദിലൂടെ ഞങ്ങൾക്ക് പകർന്നു കിട്ടിയ സുന്നത്ത് ജമാഅത്തിന്റെ പടപ്പോരാളികളായി പാവപ്പെട്ട ഞങ്ങളെയും തെരഞ്ഞെടുക്കണേ അല്ലാ. അതിൽ ഞങ്ങൾക്ക് ഇഖ്ലാസ് നൽകണേ അല്ലാ. അല്ലാഹുവേ, അതിന് ഞങ്ങൾക്ക് ആഫിയത്തും ദീർഘായുസ്സും വർദ്ധിപ്പിച്ചു തരണേ തമ്പുരാനെ. നിന്റെ ദീനിന്റെ ഹക്കായ കാര്യങ്ങൾ അത് ഹക്കായി നിലനിർത്താൻ സ്ഥാപിക്കാനുള്ള അവസരങ്ങളും തൗഫീഖുകളും ഞങ്ങൾക്ക് നീ വർദ്ധിപ്പിച്ചു തരണേ റഹ്മാനെ. അക്കാരണം കൊണ്ട് ഞങ്ങൾ സ്വർഗത്തിലെ രാജപദവി തന്ന് അനുഗ്രഹിക്കണേ തമ്പുരാനെ. ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും.